കർത്താവിൽ പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, ദൈവദാസന്മാരെ, നിങ്ങളെല്ലാവരെയും ഇന്ന് രാത്രിയും ഞാൻ വന്ദനം ചെയ്യുന്നു. അധികാരമുള്ള ദൈവവചനത്തിൻ്റെ അടുക്കലേക്ക് ഇന്ന് രാത്രി നമ്മൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി ദൈവത്തിൻ്റെ വചനത്തിൽ നാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ രാത്രി വചനത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. ഹൃദയങ്ങളെ ഒരുക്കി നിങ്ങൾ വന്നിരിക്കുന്നതെന്നറിയാം. പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് പോവാം. ഇവിടെ പറഞ്ഞത് ആത്മീയ യുദ്ധം എന്ന കാര്യമാണ്. യുദ്ധം എന്നൊരു വല്ലാത്ത വാക്കാണ്. ആർക്കും കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു വാക്കാണ് യുദ്ധം എന്ന വാക്ക്. അങ്ങനെ എന്താണൊരു വാക്ക് ഉപയോഗിക്കാൻ കാരണം? ഞങ്ങളുടെ ആരുടെയെങ്കിലും സ്വന്തമായൊരു വാക്കാണോ, അതോ എന്താണ് അതിൻ്റെ ന്യായം? പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാം. കഴിഞ്ഞ ദിവസം വായിച്ചതാണ്, എങ്കിലും ഒന്നുകൂടെ വായിക്കാം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. മതി. വാക്യം വായിച്ചത് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, നിങ്ങളുടെ ശത്രുവായ പിശാച്. പിന്നെ ഭൂമിയിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്നു. എന്താണ് അവൻ്റെ ഉദ്ദേശം? നിങ്ങളെ വിഴുങ്ങുവാനായി. തുല്യവായാണ്. അതുകൊണ്ട് പൊളിച്ചാൽ ഉടനെ ആൾ മൊത്തം അങ്ങ് ഇറങ്ങിപ്പോവും. പിന്നെ ആളെ കാണാൻ പാടില്ല. അപ്പം അങ്ങനെ നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ, ഫിനിഷ് യു ഓഫ്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് യുദ്ധമല്ല. എന്താണ്? അപ്പം സ്ഥിരം നമ്മുടെ ശത്രുവാണ്. ഇടയ്ക്ക് വന്ന ഒരു ആകസ്മിക പ്രശ്നമല്ല. ആ ഉദ്ദേശത്തിന് വേണ്ടി നടക്കുന്നു. അങ്ങനെ ആരെ വിഴുങ്ങുവേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. നിങ്ങൾക്ക് മാത്രമല്ല, അടുത്ത വാക്യം പറയുന്നത് ലോകത്തിലുള്ള നിങ്ങളുടെ സഹോദരവർഗത്തിന് മുഴുവനുള്ളൊരു പ്രശ്നമാണിത്. അതായത് ഈ പ്രശ്നമില്ലാത്ത ഒരാളും ഇല്ല. ഏതൊരു വിശ്വാസിക്കും ഉള്ള ഒരു പ്രശ്നമാണിത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അപ്പം നമുക്ക് പോരാട്ടമുണ്ട്. പോരാട്ടമുണ്ട്. അതുകൊണ്ടാണല്ലോ പോരാട്ടം ഉള്ളത് എന്ന് പറയുന്നത്. പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോട് അല്ല. അപ്പം അങ്ങനെ പോരാട്ടം ഉണ്ട്. ശക്തമായ ഒരു എതിരാളിയോട് നമുക്ക് പോരാട്ടമുണ്ട്, ജഡരക്തങ്ങളോടല്ല. അപ്പം അവിടെ തറപ്പിച്ച് പറയുന്നത് നിങ്ങൾക്കൊരു പോരാട്ടം ഉണ്ട്. എന്ത് തരം പോരാട്ടമാണ്? അതിൻ്റെ 13-ാമത്തെ വാക്യം, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. കേൾക്കൂ, സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ, സകലവിധ ആയുധങ്ങളും ധരിച്ചുകൊള്ളുവീൻ. നമ്മൾ ആരെങ്കിലും സാധാരണ നടക്കുമ്പോൾ ആയുധം കൊണ്ട് പോകാറുണ്ടോ? പോകാറില്ലല്ലോ. കാരണം അങ്ങനെ ഒരു മണ്ഡലത്തിലല്ല നമ്മൾ. പക്ഷെ ഒരു പടയാളി യുദ്ധകളത്തിൽ പോകണമെങ്കിൽ ഫുള്ളി എക്വിപ്ഡ് ആയിട്ട് അയാളുടെ വേഷം, അയാളുടെ ആയുധം സകലവും ധരിച്ചു മാത്രമേ പോകാറുള്ളൂ. അത് പടയാളിയുടെ മാത്രം ആവശ്യമാണ്. ബാക്കി ആരും ഇത് ചെയ്യാറില്ല. പടയാളിയും യുദ്ധക്കളത്തിൽ പോകുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ പടയാളി ഇപ്പോൾ ഒരു ഫ്ലൈറ്റിൽ കയറാൻ പോകുമ്പോൾ ആയുധം കൊണ്ട് പോകാറില്ല. സാധാരണ യാത്ര ചെയ്യുമ്പോൾ അത്ര ഫുള്ളി എക്വിപ്ഡ് അല്ല. അയാളുടെ പോർക്കളത്തിൽ പോകുമ്പോഴാണ് അയാൾ ഇത്തരത്തിൽ ആയുധവർഗം ധരിച്ചിരിക്കുന്നത്. നമ്മളോടും അത് ചെയ്യാൻ പറയുമ്പോൾ താഴോട്ട് വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഒരു റോമൻ പടയാളി ധരിച്ചിരുന്ന എല്ലാ ആയുധവർഗങ്ങളുടെയും പേര് പറഞ്ഞിട്ട് അതിൻ്റെ ആത്മീയ അർത്ഥം വിശദീകരിച്ചാണത് പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ഇത് തനി യുദ്ധമാണ്. അല്ലാതെ കേവലം ഒരു സങ്കല്പമല്ല. അങ്ങനെ തന്നെയാണ് വചനം പറഞ്ഞിരിക്കുന്നത്.
1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എതിർത്തു നിൽപ്പീൻ എന്നല്ലേ. ഭൂമിയിൽ നിങ്ങളുടെ സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവനായി അവനോട് എതിർത്തു നിൽപ്പീൻ. എതിർത്തു നിൽപ്പിൻ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ ഒരു മണ്ഡലം അതാണല്ലോ, ചെറുത്തു നിൽപ്പ്, ഡിഫൻസ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്നല്ലേ പറയുന്നത്. പുറം രാജ്യത്തു നിന്ന് ആക്രമണം വന്നാൽ ആക്രമണം കൊണ്ട് നമുക്ക് കേടുവരാതെ, നമ്മുടെ രാജ്യത്തിന് കേടുവരാതെ, രാജ്യത്തിന് നഷ്ടമുണ്ടാകാതെ അതിന് ചെറുക്കുന്നു. അതേ കാര്യം പറയും, ഈ ശത്രു നിങ്ങൾക്കെതിരെ വന്നാൽ ഒരു തരം കേടും വരാതെ നിങ്ങൾ അതിനോട് ചെറുത്തു നിൽപ്പീൻ. ഡിഫെൻഡ് യുവർ സെൽഫ്, എതിർത്തു നിൽപ്പീൻ. അപ്പൊ അത് യുദ്ധത്തിലെ കാര്യമാണ്. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം 4-ാം വാക്യം മുമ്പ് ഇവിടെ ഉദ്ധരിച്ച വാക്യം എങ്കിലും ഒന്ന് വായിച്ചോളൂ. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്യം. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല. പോരാടുന്നില്ല ജഡപ്രകാരം, ശരീരസംബന്ധമായ യുദ്ധം അല്ലത്. പക്ഷെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങൾ അല്ല. അപ്പൊ പോരിന് ഞങ്ങൾക്ക് ആയുധമുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ സർവായുധവർഗമുണ്ട്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ആയുധമാണ്. എന്താണ്? കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. അപ്പോ ഇവിടെ എല്ലാം പറയുന്നത് യുദ്ധമാണിത്, പോരാട്ടമാണിത്, തനി യുദ്ധം തന്നെയാണിത്. അല്ല ചെറിയ ഒരു റെസ്ലിംഗ് സമ്പ്രദായമല്ലിത്. കളിക്കാൻ വേണ്ടി റെസ്ൽ ചെയ്യുന്ന സമ്പ്രദായമല്ലിത്. റെസ്ലിംഗിൽ ആരാണ് ജയിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് റെസ്ലിംഗ്, അല്ലാതെ മറ്റവനെ മുടിക്കാനല്ല റെസ്ലിംഗ്. ഇത് കൊന്നു മുടിച്ചേ അടങ്ങൂ. നീ മേലാൽ ആത്മമണ്ഡലത്തിൽ കാണാൻ പാടില്ല, ഇതോടെ നീ അവസാനിക്കണം എന്ന് പറഞ്ഞ് പദ്ധതി തയ്യാറാക്കി ആസൂത്രണം ചെയ്ത് ഹൈ സ്ട്രാറ്റജി ആയിക്കൊണ്ടതിന്. അലറുന്ന സിംഹം എന്ന പോലെ, സിംഹം കാട്ടിൽ അലറിയാൽ മറ്റു മൃഗങ്ങൾ ഇറങ്ങി ഓടും, ഒളിച്ചിരിക്കില്ല, ശബ്ദം കേൾക്കുമ്പോൾ ഇറങ്ങി ഓടും. ഓടുമ്പോഴൊക്കെ പിടിക്കാം. അങ്ങനെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് വിത്ത് പെർഫെക്റ്റ് സ്ട്രാറ്റജി പ്രവർത്തിക്കുന്ന ഒരു ശത്രുവുണ്ട്. സോ ഇറ്റ്സ് വാർ. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് അവന്റെ പക്കലുള്ള ഡിവൈസസ് എന്ന് നമ്മൾ അറിയണം. യുദ്ധത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. എല്ലാ രാജ്യത്തിനും കുറേ സീക്രട്ട് സർവീസ് ഏജൻസീസ് ഉണ്ട്, ചാരന്മാരുണ്ട് എല്ലാ രാജ്യത്തിനും. എന്തിനാണ് ചാരൻ്റെ ജോലി? പണി എന്താണ്? അടുത്ത രാജ്യക്കാരൻ നമുക്കെതിരെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാലെ കൂട്ടി അറിയണം. അല്ലാതെ പെട്ടെന്ന് വന്ന് അടിക്കാൻ വരുമ്പോൾ മാത്രം അറിഞ്ഞാൽ പോരാ, നേരത്തെ അറിയണം. അവരുടെ പദ്ധതികൾ എന്താണ്, ഇതിലേ വരാനാണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ പക്കലുള്ള റീസോഴ്സസ് എന്താണ്, അവരുടെ ശക്തി എന്താണ്, ഏനോ അവരുടെ കയ്യിലുള്ള ബോംബ് എന്ത് തരമാണ്, എല്ലാം. അങ്ങനെയുള്ള ഒരു സീക്രട്ട് സർവീസ് ഏജൻസി, ചാരസംഘടന എല്ലാ രാജ്യത്തിനുമുണ്ട്. നമുക്കും വേണോ അത്? നമുക്കും അങ്ങനെ സീക്രട്ട് സർവീസ് ഏജൻസി ഉണ്ട്. എന്താണ് ആ സീക്രട്ട് സർവീസ് ഏജൻസി ചെയ്യുന്നത്? നമുക്കെതിരെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ അയാൾ എന്ത് പ്ലാൻ ചെയ്താലും ഉടനെ അറിയേണ്ടതിന് ആത്മനിറവുള്ള, ആത്മവരമുള്ള, ദർശനമുള്ള, വെളിപ്പാടുള്ള ഒരു കൂട്ടം ജനം. നിങ്ങളിതിലെ പ്രധാനപ്പെട്ട ആളുകളാണ്. കൃപാവരങ്ങൾ ഇതിന് വളരെ പ്രധാനമാണ്. ദർശനങ്ങൾ ഇതിന് പ്രധാനമാണ്. പ്രവചനങ്ങൾ ഇതിന് പ്രധാനമാണ്. സ്വപ്നങ്ങൾ ഇതിന് പ്രധാനമാണ്. അപ്പൊ ഇതെല്ലാം വിളിച്ചു പറയുന്നത് ഇത് ശരിക്കും യുദ്ധമാണ്. ഈ ഏജൻസീസ് അറിയുന്ന ഈ കാര്യങ്ങൾ അറിയുന്നത്
ഒന്ന് ദൈവത്തിൻ്റെ വചനത്താൽ അറിയാം. പിശാച് കൊണ്ടുവരുന്ന ചരക്കെന്താണ്, അയാളുടെ ആയുധം എന്താണ്, ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട് സ്പെസിഫിക് ആയിട്ട്. പിശാചിൻ്റെ ചരക്കുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ തോൽപ്പിക്കാൻ പറ്റുന്നത്, അയാളുടെ കയ്യിലുള്ള ആയുധം എന്താണ്, അത് ദൈവത്തിൻ്റെ വചനം പറയും. വചനം നല്ലപോലെ അറിയണം. 2, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ അതാത് സമയങ്ങൾ അയാളുടെ പ്ലാനിങ് എന്താണെന്നുള്ളത്, എന്ത് ചെയ്യാൻ പദ്ധതിയിട്ടിരിക്കുന്നു എന്നുള്ളത് പരിശുദ്ധാത്മ നിറവിൽ ജീവിച്ച് കൃപാവരത്തോടുകൂടെ ജനം അറിയണം. ഈ 2 വഴിയിൽ അയാളുടെ ഈ പ്രവൃത്തി അറിയാം. അപ്പം ഇത് തനി യുദ്ധമാണ്. എന്താണ് ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്താൽ, അയാൾക്ക് വേണ്ട കാര്യം മനുഷ്യർ ദൈവത്തെ സേവിക്കരുത്, മനുഷ്യർ സ്വർഗത്തിൽ പോകരുത്, മനുഷ്യർ അയാളുടെ കൂടെ പോകണം. അയാളെങ്ങോട്ട് പോവും? അയാൾ പാതാളത്തിൽ പോവും. മനുഷ്യരെല്ലാം അയാളുടെ കൂടെ പാതാളത്തിൽ കൊണ്ടുപോകണം. അയാളുടെ ഏറ്റവും അതിനുള്ള പണിയെന്ന് പറയുന്നത് മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിക്കുക എന്നുള്ള. മനുഷ്യൻ പാപം ചെയ്താൽ ദൈവം മുമ്പാകെ അംഗീകരിക്കപ്പെടാതെ വരും. ദൈവത്തിന് പാപികളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. തെറ്റ് ചെയ്ത് അനുതാപിക്കാതെ ജീവിക്കുന്ന ആളുകൾ സ്വർഗരാജ്യത്തിൽ പോവില്ല. അപ്പം അങ്ങനെ ആളുകളെ പാപം ചെയ്യിക്കുമ്പോൾ സകല മനുഷ്യരും പാപത്തിൽ ജീവിക്കുന്നു. എന്നാൽ നമ്മൾ പാപത്തിൽ നിന്ന് പുറത്തു വന്നു. പുറത്തു വന്ന നമ്മെ ഓരോരോ സാഹചര്യങ്ങളുണ്ടാക്കി, ഓരോരോ പരീക്ഷകൾ കൊണ്ടുവന്ന് വശീകരിച്ച് പാപമെന്ന് നമ്മൾ അറിയാതെ തന്നെ പാപത്തിൽ വീഴ്ത്തും. അങ്ങനെ പാപത്തിൽ വീഴ്ത്തിയാൽ അത് നിങ്ങളെ തോൽപ്പിച്ചു കഴിഞ്ഞു. അതാണ് അയാളുടെ യുദ്ധം. അല്ല നേരെ വന്ന് ഇടിക്കുന്നു, വാളും കൊണ്ടുവരുന്നു എന്നൊന്നും അല്ല എൻ്റെ അർത്ഥം. അങ്ങനെ വരുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അത് ഈ പാപത്തിന് കിട്ടാത്തവരെയാണ് മറ്റു തരത്തിൽ അയാൾ ഉപദ്രവിക്കാൻ വരുന്നത്. പാപത്തിന് ആളുകളെ കിട്ടുമെങ്കിൽ ധാരാളം മതിയായേക്ക്. അപ്പൊ അത് യുദ്ധമാണെന്നറിയണം. ജീവിതത്തിൽ ജയമില്ലാത്തത് നിങ്ങളെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടിരിക്കുന്നതാണെന്നറിയണം. കൂടെ പരാജയപ്പെട്ടു പോകുന്നത് യുദ്ധത്തിലുള്ള ആവർത്തിച്ചുള്ള തോൽവിയാണെന്നറിയണം. അസൽ ആത്മമണ്ഡലത്തിലെ ജീവിതം പാപത്തിന് കീഴടങ്ങാത്ത ജീവിതമാണ്. പാപത്തിൻ്റെ മേൽ ജയമുള്ള ജീവിതമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചാൽ, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുവാൻ അവന് കഴിയുകയില്ല. ആ വാക്യം പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വാസം വരില്ല. ആളുകൾ പറയും, ഹേയ് അങ്ങനെ ഒരു കാര്യം എങ്ങനെ പറ്റുമെന്ന്. ഈ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുക മുഴുവൻ സത്യമാണ്. അങ്ങനെ തന്നെയാണ്. പാപത്തിൻ്റെ മേളിൽ ജീവിക്കുന്നൊരു മണ്ഡലമുണ്ട്. അതിനാണ് ആത്മമണ്ഡലം എന്ന് പറയുന്നത്. ജഡമണ്ഡലത്തിൽ പാപത്തിൻ്റെ ശക്തികളുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ടുവന്ന് നമ്മെ തോൽപ്പിക്കും. ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവർ സ്വർഗരാജ്യം അവകാശം ആക്കുകയില്ല. അതുകൊണ്ട് ഈ ജഡത്തിൻ്റെ മണ്ഡലത്തിൽ ജീവിക്കാതെ, ഈ ശരീരമണ്ഡലം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചേന്ദ്രിയങ്ങൾ പറയുന്നതനുസരിച്ച് കേട്ട് ജീവിക്കുന്നതിന് പകരം പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറം പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ട്, വചനം പറയുന്നത് കൃത്യമായി അനുസരിച്ച് ആത്മശക്തിയിൽ ജീവിക്കുന്ന ഒരു മണ്ഡലമുണ്ട്. ഞാൻ പറയുന്ന ആത്മമണ്ഡലം എല്ലാ മണ്ഡലങ്ങളും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന മണ്ഡലത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ ഈ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ എല്ലാ അവയവങ്ങളിലും നിറച്ചു ജീവിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ സാന്നിധ്യം ഈ ശരീരം മൊത്തം അറിയും. പരിശുദ്ധാത്മാവ് കണ്ണിലുണ്ടായിരിക്കും. കണ്ണിൽ പാപത്തിൻ്റെ ഒരു സ്റ്റിമുലസ് ഇങ്ങോട്ട് വന്നാൽ അതിനോട് ആത്മാവ് പ്രതികരിക്കും. ഈ കണ്ണിൽ അത് പിടിക്കാതെ അതിനെ തള്ളിക്കളയാനുള്ള ഒരാത്മശക്തിയുടെ വ്യാപാരം ഈ കണ്ണിലുണ്ടാവും. ആത്മാവ് നാവിലുണ്ടാവും. ആത്മാവിന് ചേരാത്തൊരു വാക്ക് പറയാൻ എവിടെയെങ്കിലും ഒരു പ്രേരണയുണ്ടായാൽ നാക്കിൽ വ്യാപരിക്കുന്ന ആത്മശക്തി ആ സ്റ്റിമുലസിനെ ഇല്ലാതാക്കി കളയും.
കയ്യിൽ ഒരു ശക്തി കയറി വന്നാൽ ഈ കയ്യിൽ തട്ടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് അതിനെ തട്ടി മാറ്റിക്കളയും. കാലിൽ പാപത്തിന്റെ വഴിക്ക് പോകാൻ ഒരു പ്രേരണയുണ്ടായാൽ ഒരു ആത്മശക്തി ഇറങ്ങി വന്ന് ഈ കാലിനെ അതിൽ നിന്ന് പിടിച്ചു മാറ്റിക്കളയും. ജീവിതത്തിന്റെ ഓരോ അവയവങ്ങളിലും വ്യാപരിക്കുന്ന ഒരാത്മമണ്ഡലത്തിലാണ് പാപത്തിന്റെ മേൽ ജയമുള്ള ജീവിതം. അങ്ങനെ ഒരു ജീവിതം ഉണ്ട് എന്നിന്ന് രാത്രി ഞാൻ ആവർത്തിച്ച് വിളിച്ചു പറയുന്നു. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ മുമ്പ് വായിച്ചത് നമ്മളെന്താണ്? സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അവന് ഒരുപാട് പദ്ധതികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അറിയണം അയാളുടെ കയ്യിലുള്ള തന്ത്രങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ തോൽപ്പിക്കാനുള്ള തന്ത്രങ്ങൾ എന്താണ്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് എന്നല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മെ തോൽപ്പിക്കാൻ വേണ്ടി അയാൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ അറിയണം എന്ന് മാത്രമല്ല, അതൊരു ഭാഗം പറയുമ്പോൾ തന്നെ നിങ്ങൾ ചെറുത്തു നിൽക്കണം, നിങ്ങൾ യുദ്ധം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ആത്മജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിനായി പിശാചിനാൽ പിടിക്കപ്പെട്ട് പാപം ചെയ്ത് തോറ്റുപോകാതിരിക്കാൻ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതാണ് വചനം പറയുന്നത്. അപ്പോൾ ആളുകൾ പറയും യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. ശരിയാണ്, ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ രാത്രി പറഞ്ഞു. യേശു നമുക്ക് വേണ്ടി എല്ലാം ചെയ്തെന്ന് വർദ്ധിച്ചു. യേശു പിശാചിനെ തോപ്പിച്ചു, ആയുധവർഗം വെപ്പിച്ചു. സത്യമാണ്. നിങ്ങൾ രക്ഷിക്കപ്പെടാൻ യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? ഇല്ലല്ലോ. അങ്ങനെ നിങ്ങൾ ആളുകൾ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഭൂമിയിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടല്ലോ. കാരണം യേശു എല്ലാവർക്കും വേണ്ടിയല്ലേ മരിച്ചത്. അല്ല, യേശു നമ്മൾ പറയുന്ന നമുക്ക് കുറച്ച് പേർക്ക് വേണ്ടിയല്ലല്ലോ മരിച്ചത്, മുഴുവൻ ലോകത്തിനും വേണ്ടി മരിച്ചതാണ്. അതുകൊണ്ട് ലോകമെല്ലാം രക്ഷിക്കപ്പെട്ടില്ല. വിശ്വസിച്ച് ഏറ്റെടുത്തവർക്ക് മാത്രമാണ് രക്ഷ വന്നത്. അങ്ങനെയെങ്കിൽ ഈ ജയവും അങ്ങനെ ഇതൊരിക്കലായി കൈവരിക്കാൻ പറ്റില്ല. കാരണം ഇയാൾ സ്ഥിരം കൂടെ നടക്കുകയാണ്, പിന്നാലെ നടക്കുകയാണ്. അതുകൊണ്ട് ദിവസം പ്രതി ആ ജയം എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കണം. അത് എനിക്കുള്ള ജയമാണ്, എനിക്ക് ആ ജയം വേണം, ഞാൻ ജയിക്കും. ഹല്ലേലൂയ. അല്ലാതെ ഒരു ദിവസം നിങ്ങൾ ആവേശം കയറി പ്രഖ്യാപിച്ചത് കൊണ്ട് ജയമുണ്ടാവില്ല. ഇന്ന് രാത്രി ഇവിടെ ഒരു തീരുമാനമെടുത്തത് കൊണ്ട് ജയമുണ്ടാവില്ല. ഓരോ ദിവസത്തിന്റെ പല ഘട്ടങ്ങളിലും ശത്രു തന്റെ ആയുധവുമായി വന്നാൽ എതിർത്തു നിന്നിട്ട് ആവർത്തിച്ച് വിളിച്ചു പറയണം, പിശാചെ തൊടാൻ പറ്റില്ല, നിന്റെ ചരക്കെനിക്ക് വേണ്ട എന്ന് പറയുന്നവർ ജയിക്കും. വേഗം ചില വസ്തുതകൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എന്താണ് ഇടച്ചരക്ക്? ഇടച്ചരക്ക് ഒത്തിരി ഉണ്ട്. എല്ലാം പഠിക്കണമെങ്കിൽ വിശദമായി പഠിക്കണം. ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെയുള്ള യോഗങ്ങൾക്ക് പോകാറുണ്ട്. കുറേ ദിവസം എടുത്ത് ഇത് പഠിപ്പിക്കാൻ വേണ്ടി പോകാറുണ്ട്. ഇത് നമ്മൾ 2 ദിവസം എടുക്കുന്നുള്ളൂ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. 1 John chapter 2 verse 14. Okay, go ahead. വായിച്ചോളൂ. 15-ാം വാക്യം കൂടെ, 14 15. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. അടുത്ത വാക്യം കൂടെ. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. 16-ാം വാക്യം. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഏദൻ തോട്ടത്തിൽ കൊണ്ടുവന്ന അതേ ചരക്ക്, യേശുവിൻ്റെ കൊണ്ടുവന്ന അതേ ചരക്ക് ഭൂമിയിൽ ഏത് മനുഷ്യൻ്റെങ്കിലും കൊണ്ടുവരും. കാണാൻ നല്ലത് അതല്ലേ കൺമോഹം, തിന്നാൻ നല്ലത്, നല്ല രുചി ജഡമോഹം. ജീവനത്തിൻ്റെ പ്രതാപം, ഇത് കഴിച്ചാൽ ദൈവത്തെ പോലാവും, ഞാൻ വലിയ ആളാവും. ഇതേ പരീക്ഷകളാണ് മനുഷ്യൻ്റെ മുമ്പ് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ശരീരം നിങ്ങളെ തോൽപ്പിക്കും. ഈ ശരീരം
നമ്മളെ കൊണ്ട് നടക്കുന്ന ശരീരം നമുക്ക് ശത്രുവായി തീരും, നമ്മളെ തോപ്പിക്കും. സൂക്ഷിക്കണം ഈ ശരീരത്തെ. പാതാളത്തിൽ പോകാൻ നിങ്ങളുടെ ശരീരം കാരണമായി തീരും. അതുകൊണ്ട് ശരീരത്തെ വളരെ ബോധപൂർവം സൂക്ഷിക്കണം. അല്ലാതെ എൻ്റെ ശരീരമാണ്, എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ ചെയ്യുന്നത് പാതാളത്തിലായിരിക്കും. എന്താണ് ശരീരത്തിൻ്റെ പരാജയം വരുന്നത്? ഇതിൻ്റെ ആവശ്യങ്ങൾ തന്നെ നിങ്ങളെ തോപ്പിക്കാം. എന്ത് തിന്നും, എന്തുടുക്കും, എന്ത് കുടിക്കും, എൻ്റെ മക്കളുടെ കാര്യം എങ്ങനാവും, എൻ്റെ ഭാവി എങ്ങനാവും, ഈ ശരീരത്തിന് വേണ്ടി ചിന്തിച്ച് ആത്മീക കാര്യത്തിന് സമയമെടുക്കാതെ മൊത്തം ഈ ഭൗമ ജീവിതത്തിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ഓടി നടന്ന് അനേകം മനുഷ്യർക്കും ആത്മകാര്യങ്ങൾക്ക് സമയമില്ല. സമയം മുഴുവനും ഭൗമകാര്യത്തിനേ ഉള്ളൂ. ഓടി ഓടി അധ്വാനിച്ച് പാടുപെട്ട് അതിനുവേണ്ടി മാത്രം ജീവിച്ചാൽ നിന്റെ ആത്മാവ് കേടുവരും. ഈ ശരീരത്തിൻ്റെ ആവശ്യം തന്നെ നിങ്ങളെ ആത്മമണ്ഡലത്തിൽ നിന്ന് മാറ്റി നിങ്ങളെ ഭൗമികനാക്കും, നിങ്ങളെ ലൗകികനാക്കും. പണസമ്പാദനത്തിൽ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റാതാവും. ഇതിൻ്റെ ആഗ്രഹങ്ങൾ മനുഷ്യനെ തകർക്കും. ഇതിൻ്റെ മോഹങ്ങൾ, വൈകാരിക മണ്ഡലങ്ങൾ, ഇതിന് ജഡമോഹമില്ലേ, ഇതിന് ലൈംഗികമായ കുത്തഴിഞ്ഞ മോഹങ്ങളില്ലേ, കണ്ണിന് തോന്നുന്നവനിക്ക് നോക്കാൻ ആഗ്രഹമില്ലേ, കാതിന് കേൾക്കുന്നതെല്ലാം കേൾക്കാൻ ഇഷ്ടം തോന്നുന്ന മണ്ഡലമില്ലേ, നാവിന് കെട്ടഴിച്ചു വിട്ട് സംസാരിക്കുന്ന മണ്ഡലമില്ലേ? ഇത് പാതാളത്തിൽ കൊണ്ടുപോകും. ഇതിന്റെ വികാരം കത്തി ജ്വലിക്കാൻ സമ്മതിക്കരുത്. ജഡത്തിന്റെ വികാരം കത്താൻ അനുവദിക്കരുത്. ബി കെയർഫുൾ അബൌട്ട് ഇറ്റ്. ഇതിനകത്ത് പലതും പൊങ്ങി വരും. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണ നിമിത്തം പിടിച്ചടക്കി, ഹല്ലേലൂയ, കീഴടക്കി, ജഡത്തെ കീഴടക്കി. പൗലോസ് പറയുന്നത് പോലെ, ഞാൻ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ഹൈലി ഡിസിപ്ലിൻഡ് ലൈഫ്. ഈ ശരീരത്തെ മര്യാദയ്ക്ക് നിർത്തണം, വരച്ച വരെ നിർത്തണം. അപ്പുറത്തോട്ട് മൂവിയെ ചലിക്കാൻ ഈ ശരീരത്തെ അനുവദിക്കരുത്. ഇതിൻ്റെ വികാരങ്ങൾ കുഴപ്പമുണ്ടാക്കും. ഇതിൻ്റെ കോപം കുഴപ്പമുണ്ടാക്കും. ഇതിൻ്റെ വൈരാഗ്യം കുഴപ്പമുണ്ടാക്കും. ആളുകളോട് ക്ഷമിക്കാത്ത ഒരുപാട് കാര്യങ്ങളില്ലേ? നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോടും ക്ഷമിക്കയില്ല. വൈരാഗ്യം വെച്ച് പുലർത്തി പല പള്ളികളിൽ നിന്ന്, ഒരേ പള്ളികളിൽ നിന്ന് തമ്മിൽ വൈരാഗ്യത്തോടെ ജീവിക്കുന്നവർ അറിയണം, നിങ്ങളെ പാതാളം തോപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ പരാജയപ്പെട്ട ക്രിസ്ത്യാനിയാണ്. ക്ഷമിക്കാത്ത നിങ്ങൾ തോറ്റ ക്രിസ്ത്യാനിയാണ്. നിങ്ങൾക്ക് ദൈവരാജ്യമില്ല. അതുകൊണ്ട് ഇതിന്റെ വികാരങ്ങൾ, കോപം വരും, പക്ഷേ കോപത്തെ അടക്കിക്കൊള്ളണം. ക്രോധം വരും, അടക്കിക്കൊള്ളത് പുറത്തു വരാൻ അനുവദിക്കരുത്. ഇത് പുറത്തു ചാടാതെ ഇതിനകത്ത് സജീവമായി നിൽക്കാൻ അനുവദിക്കാതെ യേശു ക്രിസ്തുവിന്റെ വചനത്താലും യേശുവിന്റെ ആത്മാവിനാലും അതിനെ കീഴടക്കി ദിവസവും പ്രാർത്ഥിക്കത്തക്ക മണ്ഡലമുണ്ടാക്കണം. തെറ്റ് ചെയ്താൽ ക്ഷമ ചോദിക്കാൻ തയ്യാറാകണം. നിരപ്പ് പ്രാപിക്കാൻ തയ്യാറാകണം. നിരപ്പ് പ്രാപിക്കാതെ സഭ മാറി ഓരോരോ മണ്ഡലത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് തുള്ളല് തോന്നിയേക്കാം, നിങ്ങൾക്ക് മിടുക്ക് തോന്നിയേക്കാം, പക്ഷേ നിങ്ങൾ പാതാളത്തിന്റെ ആടുകളായി പോവുകയാണ് എന്ന് ജനം അറിഞ്ഞുകൊള്ളണം. നിങ്ങളുടെ വികാരത്തെ പിടിച്ചു നിർത്തി ഏത് വിചാരത്തെയും അനുസരണത്തിൽ നിർത്തിക്കൊള്ളണം. നിങ്ങളുടെ പ്രതികരണങ്ങൾ, ഓരോ കാര്യത്തിന് കേട്ടിട്ട് മറുപടി പറയുന്നത്, പ്രവർത്തിക്കുന്നത്, അതെല്ലാം കുഴപ്പമുണ്ടാക്കാം. വചനം പറയുന്ന പ്രതികരണമേ ആകാവൂ. ചിലപ്പോൾ എല്ലാവരും വേണ്ടാത്ത വർത്താനം പറയും. അതിനെല്ലാം മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല, ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് നമുക്ക് പോയാൽ മതി. അതുകൊണ്ട് പ്രതികരണം സൂക്ഷിച്ചോളണം. നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾക്ക് പാപഹേതുവാവാം. സൗന്ദര്യമുണ്ടെന്നുള്ള അഹങ്കാരം പാപഹേതുവാവാം. കൂടുതൽ നിങ്ങളെ മോടി പിടിപ്പിക്കാനുള്ള നിങ്ങളുടെ ശ്രമം പല പാപത്തിനും വഴിതെളിക്കാം. നിങ്ങളുടെ വസ്ത്രധാരണം പാപമാവാം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വസ്ത്രം ധരിക്കരുത്. ആണും പെണ്ണും ദൈവത്തിന് ഇഷ്ടമുള്ള തരത്തിലെ വസ്ത്രധാരണം ചെയ്യാവൂ. ഹല്ലേലൂയ. ജഡത്തിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി
ജഡത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി വസ്ത്രധാരണം ചെയ്ത് പള്ളി വരരുതെന്ന് മാത്രമല്ല, ചന്തയിലും പോകരുത്, സ്കൂളിലും പോകരുത്, കോളേജിലും പോകരുത്, ഓഫീസിലും പോകരുത്, എന്റർടൈൻമെന്റ്സിനും പോകരുത്, ചടങ്ങുകൾക്കും പോകരുത്. എവിടെ പോയാലും ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് ചേരുന്ന വസ്ത്രം ധരിച്ചില്ലെങ്കിൽ ഇസബേൽ കണ്ണിൽ മഷി എഴുതി ചീകി മിനുക്കി മോടി അണിഞ്ഞ് നിൽക്കുന്ന മണ്ഡലത്തിൽ നിൽക്കരുത്. ആത്മമണ്ഡലത്തിൽ ആത്മീകർക്ക് ചേരുന്ന തരത്തിൽ മാത്രമേ ജീവിക്കാവൂ. നിന്റെ വസ്ത്രം നിന്റെ പാതാളത്തിൽ കൊണ്ടുപോകരുത്. ആത്മകൃപ നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്ക് പാപഹേതുവാവാം. ചില വലിയ മിടുക്കന്മാരാണ്. ദൈവത്തിന്റെ വചനം പറഞ്ഞാൽ അവരുടെ ബുദ്ധിക്കകത്തെല്ലാം കൂടെ അരിച്ചു പെറുക്കി ബുദ്ധിക്ക് ചേരുന്നെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ദൈവം പറയുന്ന മുഴുവൻ മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ആർക്കുണ്ട്? ഏതെങ്കിലും ഒരുത്തനുണ്ടോ? ഞാൻ ഈ പുസ്തകം വിശ്വസിക്കുന്നു. ഓഫ് കോഴ്സ് ഞാൻ ലോജിക്കലാണ്. ഏത് കാര്യത്തിനെയും ലോജിക്ക് അന്വേഷിക്കുന്നവനാണ് ഞാൻ. പക്ഷെ ഈ പുസ്തകം ഒരു വാക്ക് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫൈനൽ. അതിന് പിന്നെ അപ്പുറത്തില്ല. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയൻ സർവജ്ഞാനിയായ ദൈവം പറഞ്ഞതാണ്. ഇതിന് ലോജിക്കെല്ലാം അന്വേഷിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ബുദ്ധിക്ക് തിരിഞ്ഞില്ലെന്നും പറഞ്ഞ് ഈ വചനം ഗ്രഹിക്കില്ലെന്നും എടുക്കില്ലെന്നും പറയരുത്. നിങ്ങളുടെ ബുദ്ധി ഇച്ചിരേ ഉള്ളന്നേ. ഏത് മനുഷ്യന്റെയും ബുദ്ധി ഇച്ചിരേ ഉള്ളൂ. ഇത് അത്യുന്നതനായ അപരിമിതനായ സർവബുദ്ധിയുടെയും ഉടമസ്ഥനായ ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് കുറെ പഠിച്ചെന്നും പറഞ്ഞ് നല്ലപോലെ ഞെളിഞ്ഞു വന്ന് ദൈവസന്നിധിയിൽ ഇരിക്കരുത്. പ്രസംഗം കേട്ടാൽ ഇതിനോടെല്ലാം തിരിച്ച് പ്രതികരിക്കാനുള്ള മനോഭാവത്തിലല്ല ഇരിക്കേണ്ടത്. വചന വിപരീതം പ്രസംഗിച്ചാൽ ആളെ വിളിച്ചു നിർത്തി പറയൂ, നീ പ്രസംഗിച്ചത് വചന വിപരീതമാണെന്ന് പറഞ്ഞോളൂ. അതിൽ തെറ്റില്ല, അത് ചെയ്യണം. പക്ഷേ വചനപ്രകാരം പ്രസംഗിക്കുന്നെങ്കിൽ അതിനോട് പ്രതികരിക്കൂ, അതിനോട് ആത്മാവിൽ പ്രതികരിക്കൂ. ഇന്നത്തെ കാലത്ത് നെഗറ്റീവായി ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. കുറെ പഠിച്ച ആളുകൾ വന്നിരിക്കുന്നത് കണ്ടാൽ ഒരു ഇരിപ്പിരുന്നാൽ ബാക്കി പ്രസംഗിക്കുന്നവരെ പേടിപ്പിക്കുന്ന തരത്തിൽ ഇരുത്തുന്ന ഇന്നത്തെ ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ദൈവത്തിന്റെ വചനം ആര് പ്രസംഗിച്ചാലും എന്നെ പോലെ സീനിയർ ആയിരിക്കില്ല പ്രസംഗിക്കുന്നത്. ഒരു ജൂനിയർ ആവാം, വലിയ പരിചയമില്ലാത്ത ഒരാളാവാം. അയാൾ ദൈവത്തിന്റെ വചനം പറഞ്ഞാൽ അത് ദൈവത്തിന്റെ വചനമാണ്, അത് അയാളുടെ വചനമല്ല. അതുകൊണ്ട് അതിന്റെ വലിപ്പത്തിലല്ല, ദൈവത്തിന്റെ വചനത്തിൽ അംഗീകരിക്കാൻ ഏത് ബുദ്ധിമാനും തയ്യാറാകണം. ജീവിക്കുന്ന ഈ ലോകം വലിയ കുഴപ്പമുള്ള ലോകമാണ്. ലോകത്തിലെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ചാടിക്കറി സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. ഇവിടെ ജീവിച്ചേ ഒക്കുള്ളൂ. ഇവിടുത്തെ ആഹാരം കഴിച്ചേ പറ്റുള്ളൂ. ഇവിടുത്തെ വസ്ത്രം ധരിച്ചേ പറ്റുള്ളൂ. ഇവിടുത്തെ വായു ശ്വസിച്ചേ ഒക്കുള്ളൂ. അല്ല, ഇപ്പൊ സ്വർഗത്തിൽ കയറി പോകാൻ പറ്റില്ല. ഈ ലോകത്തിൽ ജീവിക്കണം. പക്ഷെ ഒരു കാര്യം തിരിച്ചറിയണം, നിങ്ങൾ ജീവിക്കുന്ന ലോകം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും ഇന്നത്തെ ലോകം വീഴ്ച ഭവിച്ച ലോകമാണ്. ആദാം പാപം ചെയ്തപ്പോൾ ലോകത്തിന് വീഴ്ച ഭവിച്ചു. തനിക്ക് മാത്രമല്ല വീഴ്ച ഭവിച്ചത്, ഇതിലെ സിസ്റ്റത്തിന് മുഴുവൻ വീഴ്ച ഭവിച്ചു. മനുഷ്യന്റെ സകല ചിന്തകൾക്കും വീഴ്ച ഭവിച്ചു, സകല മണ്ഡലങ്ങൾക്കും വീഴ്ച ഭവിച്ചു. അതുകൊണ്ട് ലോകത്തിൽ കാണുന്നതെല്ലാം എനിക്കുമുള്ളതാണെന്ന് പറയരുത്. ഇത് ദൈവത്തെ വെറുക്കുന്ന ലോകമാണ്, ദൈവത്തെ സ്വീകരിക്കാത്ത ലോകമാണ്. അവിടുന്ന് സ്വന്തത്തിലേക്ക് വന്നു. ഈവൻ സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല, ലോകം അവനെ കൈക്കൊണ്ടില്ല. അങ്ങനെയുള്ള ലോകത്തിൽ കാണുന്നതെല്ലാം നിങ്ങൾക്കുള്ളതല്ല. ഈ ലോകത്തിൽ എന്തെടുക്കാമെന്ന് ഈ പുസ്തകം പറയുന്നു, ഇത് മാത്രമേ എടുക്കാവൂ. ഈ പുസ്തകം അനുവദിക്കാത്ത ഒറ്റ സാധനത്തിൽ ഭൂമിയിൽ തൊട്ടുപോകരുത്. നിങ്ങളുടെ ഭക്ഷണം നിങ്ങളെ പാപം ചെയ്യിക്കാം. എന്തും തിന്നാൻ പാടില്ല, എന്തും കുടിക്കാൻ പാടില്ല. ദൈവത്തിന്റെ പൈതലിന് ചേരുന്ന തരത്തിലേ തിന്നാവൂ, ചേരുന്ന തരത്തിലേ കുടിക്കാവൂ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ പാപഹേതുവാണെന്ന് പ്രത്യേകിച്ച് ഇന്ന് ഞാൻ പറയണ്ടല്ലോ. എത്ര മനുഷ്യർ ഇന്നത്തെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ നിമിത്തം തകർന്ന തരിപ്പണമായിരിക്കുന്നു. ഇതിനുദ്ദേശിച്ച നല്ല ഉപയോഗത്തിനെ പോകാവൂ. അരുതാത്തത് ഫോണിൽ ചെയ്യരുത്, അരുതാത്ത കോൾസ് ചെയ്യരുത്, അരുതാത്ത വർത്തമാനം പറയരുത്. ബി കെയർഫുൾ അബൌട്ട് യുവർ ഫോൺ. നിങ്ങളുടെ കമ്പ്യൂട്ടർ
ആമേൻ. നല്ല കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഭൂമിയിലെ സകല പാപവും നിറഞ്ഞിരിക്കുന്നതാണ് ഇന്നത്തെ ഇന്റർനെറ്റ് ഫിൽ ചെയ്ത കമ്പ്യൂട്ടർ. സകല പാപവും. നിന്റെ കൈ അതിലേക്ക് തിരിയരുത്. ആ മൗസ് ക്ലിക്ക് ചെയ്യാനുണ്ടല്ലോ, കൃപയില്ലാത്തൊരൊറ്റ മണ്ഡലത്തിൽ കയറരുത്. ആത്മാവിന് കേടുവരുത്തുന്ന ഒറ്റ വെബ്സൈറ്റിൽ കയറിപ്പോകരുത്. ജീസസ്, ഹല്ലേലൂയ. സൂക്ഷിച്ചോണം. പ്രായമുള്ളവരും സൂക്ഷിച്ചോണം, ചെറുപ്പക്കാരും സൂക്ഷിച്ചോണം, പിള്ളേരും സൂക്ഷിച്ചോളണം. എല്ലാവർക്കും ഇതിനകത്ത് പാപമിരിപ്പുണ്ടെന്നറിയണം. നിങ്ങളുടെ വസ്തു നിങ്ങൾക്ക് പാപഹേതുവാവാം. ഒത്തിരി വസ്തു നേടാൻ നടന്ന് ആത്മമണ്ഡലം കളഞ്ഞ എത്ര മനുഷ്യരുണ്ട്. നിങ്ങളുടെ കാർ നിങ്ങൾക്ക് പാപഹേതുവാവാം. അതിന് പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടന്നാൽ അതും നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റും. ദൈവത്തെക്കാൾ കൂടുതൽ എന്തിനെ സ്നേഹിക്കുന്നോ അത് മുഴുവനും നിങ്ങളെ പാപത്തിലാക്കുന്നതാണ്. നിങ്ങളുടെ വീട് അങ്ങനെയാവാം, നിങ്ങളുടെ കയ്യിലുള്ള ചരക്കുകൾ അങ്ങനെയാവാം, നിങ്ങളുടെ പണം വിഗ്രഹാരാധനയാവാം. വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി എന്നല്ലേ എഫെസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ, 3-4 വാക്യമായിരിക്കും. വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. കാശിന് ഭയങ്കര കൊതിയേറി അതിൻ്റെ പിന്നാലെ ഓടി നടക്കുന്ന പെന്തിക്കോസ്തുകാരനെയും വേദപുസ്തകം വിളിക്കുന്നത് വിഗ്രഹാരാധി എന്നാണ്. നിങ്ങളിത് പാതാളത്തിൽ കൊണ്ടുപോകും. നിങ്ങളുടെ ജോലി അങ്ങനെ സംഭവിക്കാം. ജോലി 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 എന്നും പറഞ്ഞ് ജീവിക്കുന്ന കുറേ മനുഷ്യരില്ലേ. അതിൽ നിന്ന് കയറാൻ നേരമില്ലാത്തവർ, ആരാധനയ്ക്ക് പോകാൻ നേരമില്ലാത്തവർ, ആഴ്ചയിൽ ഒരു ചടങ്ങിന് പോയി മാത്രം ജീവിക്കുന്ന ഒത്തിരി വിശ്വാസികളില്ലേ. സ്തോത്രം. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിയേക്കാം. മാതാപിതാക്കളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ആത്മജീവിതം ശരിക്കും ചെയ്യാത്തവരില്ലേ. സത്യമറിഞ്ഞിട്ടും എൻ്റെ അപ്പൻ പിണങ്ങും അമ്മ പിണങ്ങും, അപ്പനെ അമ്മയെ എങ്ങനെ പിണക്കും എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരില്ലേ. അപ്പം നിങ്ങളെ ഉണ്ടാക്കിയ ദൈവത്തെ പിണക്കാം. നിങ്ങൾക്ക് ശ്വാസം തന്ന ദൈവത്തെ പിണക്കാം. നിങ്ങൾക്ക് കഴിവ് തന്ന ദൈവത്തെ പിണക്കാം. നിങ്ങളുടെ സിരകളിലൂടെ രക്തം പ്രവഹിപ്പിക്കുന്ന ദൈവത്തെ പിണക്കാം. കുടിക്കാൻ വെള്ളം തരുന്ന ദൈവത്തെ പിണക്കാം. ആഹാരം തരുന്ന ദൈവത്തെ പിണക്കാം. ആരോഗ്യം തരുന്ന ദൈവത്തെ പിണക്കാം. പെറ്റ് വളർത്തിയ അപ്പനെയും അമ്മയും പിണക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റുമോ? നിങ്ങളുടെ മക്കളെ ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിച്ച് പിള്ളേരുടെ ഇഷ്ടത്തിന് നിങ്ങൾ വിട്ട് ഇതിൻ്റെ ചിട്ടയ്ക്കും ക്രമത്തിനും മക്കളെ വളർത്താൻ തയ്യാറാകാത്ത നിങ്ങൾ തോറ്റവരാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചിട്ടയ്ക്ക് മക്കളെ വളർത്താത്ത ഏത് അപ്പനും അമ്മയും തോറ്റവരാണ്. ഏത് വിശ്വാസിയും ഏത് പാസ്റ്ററും ഈ വചനപ്രകാരമേ മക്കളെ വളർത്താവൂ. ഇതിൻ്റെ ക്രമം നിർബന്ധമായി വീട്ടിൽ പാലിക്കേണ്ടതാണ്. ഇന്നത്തെ ലോകമാണ്, ഇന്നത്തെ പിള്ളേരാണ് എന്നൊന്നും വിളിച്ചു പറയരുത്. ലോകം ദൈവം പണ്ടേ ഉണ്ടാക്കിയ ലോകമാണ്. പണ്ടും മനുഷ്യരുണ്ടായിരുന്നു, ഇന്നും മനുഷ്യരുണ്ടായിരുന്നു. ലോകത്തിലെ പാപം പണ്ടും ഇന്നും ഒന്ന് തന്നെയാണെന്നറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്നത് എന്നാ പാപമാണ് ആദാം നോഹയുടെ കാലത്തില്ലാഞ്ഞത്? കമ്പ്യൂട്ടർ ഇല്ലായിരുന്നല്ലേ ഉള്ളൂ. അതിനകത്തുള്ള പാപമെല്ലാം നോഹയുടെ കാലത്തും ഉണ്ടായിരുന്നല്ലോ, ലോത്തിന്റെ കാലത്തും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പിള്ളേരുടെ പുതിയ ലോകമൊന്നും പറയണ്ട. ലോകം ഒന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ദൈവത്തെ സേവിക്കാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ച് അതിൻ്റെ വഴിക്ക് നിർത്തിക്കൊള്ളൂ. ഇതെന്തും നിങ്ങൾക്ക് പാപഹേതുവാവാം. സ്തോത്രം. കൂട്ടുകാരാവാം. ആത്മമണ്ഡലമില്ലാത്ത സഭയും നിങ്ങളെ ജഡികരാക്കും. സുവിശേഷം പ്രസംഗിക്കാത്ത സഭയും നിങ്ങളെ തോൽവിയിൽ കൊണ്ടുപോകും. ശരിയായ ഉപദേശം പ്രസംഗിക്കാത്ത സഭയും നിങ്ങളെ തോൽവിയിലേക്ക് നടത്തും. നീ ഒന്ന് ആത്മാവിൽ പൊങ്ങാൻ തുടങ്ങുമ്പോൾ തലമണ്ടക്കടിച്ച് ഇത്ര വലിയ ആത്മീയം വേണ്ട എന്ന് പറയുന്ന സഭാ മണ്ഡലവും നിന്നെ തകർക്കുന്ന മണ്ഡലമാണ്. നിന്റെ ആത്മാവിൽ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം അറിഞ്ഞെടുത്ത് അതിന് പ്രോത്സാഹനം തന്ന് അതിന് കൈത്താങ്ങൽ തന്ന് അതിനെ പുരോഗമിപ്പിക്കുന്ന ഇടമാണ് ദൈവത്തിന്റെ സഭയായി നിങ്ങൾക്ക് വ്യക്തിപരമായി വേണ്ടത്. അങ്ങനെ വരുമ്പോൾ ലോകത്തിൽ എന്തും നമുക്ക് പരാജയ ഹേതുവാവാം. ഇത് തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞ് വചന വിപരീതമായി എന്തിനേയും ചെറുക്കണം. അത് എടുക്കരുത്. രാത്രി പറയാനുള്ളൊരു പ്രയോഗം, ഇതെല്ലാം പിശാച് കൊണ്ടുവരുന്ന ചരക്കാണ്. അയാളുടെ ആയുധങ്ങളാണിവ, അയാളുടെ ഉപകരണങ്ങളാണിവ, അയാളുടെ തന്ത്രങ്ങളാണിവ. അതിനോട് ഒരൊറ്റ വാക്ക് തീർത്തു പറഞ്ഞോണം:
പിശാചേ, നീ കൊണ്ടിരുന്ന ഒറ്റ ചരക്ക് ഞാൻ എടുക്കുകയില്ല. ഒന്നുകൂടെ പറയുന്നു, ഈ വാക്ക് തീർത്ത് വിളിച്ചു പറയുന്നതാണ് ഇതിൻ്റെ മേൽ ജയമെടുക്കുന്ന മണ്ഡലം. അതിനോടുള്ള യുദ്ധം ഇതാണ്. ഇത്രയും ചെയ്യണം. പിശാചേ, നീ കൊണ്ടുവരുന്ന ഒരു ചരക്കും ഞാൻ വാങ്ങില്ല, എൻ്റെ വീട്ടിൽ കയറ്റുകയില്ല, എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. യേശുക്രിസ്തുവിൻ നാമത്തിൽ നിന്റെ പ്രവൃത്തികളെ ഞാൻ നിരോധിക്കും. എൻ്റെ വീട്ടിൽ നിന്ന് അതിനെ പുറത്താക്കും, എൻ്റെ ജീവിതത്തിൽ നിന്ന് അതിനെ പുറത്താക്കും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതൊന്ന് പറയാൻ മനസ്സുണ്ട്? സ്തോത്രം, സ്തോത്രം. വായി തുറന്നൊന്ന് പറയാമോ? ഇന്ന് രാത്രി ജയത്തിൻ്റെ മണ്ഡലമാണ് ഞാൻ പറയുന്നത്. കുട്ടിയാകട്ടെ, ചെറുപ്പക്കാരാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, പാസ്റ്ററാകട്ടെ, ആരുമാകട്ടെ, ഈ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഈ പ്രശ്നമില്ലാത്ത ഒരാളും അഖിലാണ്ടത്തിലില്ല. പിശാച് എല്ലാവരുടെയൊക്കെ വരും. ഇന്ന് രാത്രി വായി തുറന്നൊന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? ജയത്തിൻ്റെ മണ്ഡലം ഇപ്പോൾ ആരംഭിക്കണം. യോഗം കഴിയുമ്പോഴല്ല ആരംഭിക്കേണ്ടത്. യോഗം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരംഭിക്കണം. പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി വായി തുറന്ന് അല്പം ഉച്ചത്തിൽ തന്നെ വിളിച്ചു പറയൂ, പിശാചേ, നീ കൊണ്ടുവരുന്ന ഒരു ചരക്കും ഞാൻ വാങ്ങില്ല. കമാൺ, പറയാൻ പറ്റുമെങ്കിൽ വായി തുറന്ന് ശബ്ദമുയർത്തി പറയൂ, പിശാചേ, നീ കൊണ്ടുവരുന്ന ഒരു ചരക്കും ഞാൻ വാങ്ങില്ല, എൻ്റെ വീട്ടിൽ കയറ്റില്ല, എൻ്റെ മക്കൾക്ക് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇതിനെ ഞാൻ ചേർക്കുന്നു. ഇന്ന് രാത്രി അതിനെ തള്ളിക്കളയുന്നു. വല്ലതും കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അകത്ത് കയറ്റിയത് ഇവിടെ വെച്ച് ഇറക്കി വിടണം. വീട്ടിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന ഉടനെ അതിനെ എടുത്ത് പുറത്താക്കണം. ചുട്ടുകളയേണ്ടത് ചുട്ടുകളയണം, ഡിലീറ്റ് ചെയ്യേണ്ടത് ഡിലീറ്റ് ചെയ്യണം. ഈ ജയം വീടിന്റെ ജയമായി മാറണം. നിങ്ങളുടെ ജയം മാത്രമായിട്ടല്ല, നിങ്ങളുടെ കുടുംബത്തിന്റെ ജയമായി മാറണം, നിങ്ങളുടെ മക്കളുടെ ജയമായി മാറണം. അത് പാപത്തിന്റെ മേൽ ജയം വരിക്കുന്ന മണ്ഡലമാണ്, പിശാചിനെ തോൽപ്പിക്കുന്ന മണ്ഡലമാണ്. ഇതാണ് ആത്മയുദ്ധത്തിന്റെ ഒന്നാം മണ്ഡലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത മണ്ഡലം യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് രണ്ട് മണ്ഡലമാണ്. ശത്രു ആക്രമിക്കാൻ വരുന്നു, ചെറുക്കുന്നു. അത് മാത്രം യുദ്ധം ചെയ്താൽ എന്നാ പുണ്യം? അടിക്കാൻ വരുന്നു, തിരിച്ചടിക്കുമ്പോൾ എത്ര ആയാലും ഇച്ചിരി മേല് നോവും. അടിയല്ലേ? ഏത് യുദ്ധം വന്നാലും കുറെ നഷ്ടമുണ്ടാവില്ലേ? രാജ്യത്തിന് കുറെ ചെലവ് വരില്ലേ? കുറെ കാഷ്വാലിറ്റീസ് ഉണ്ടാവില്ലേ? അത് യുദ്ധത്തിന്റെ ഭാഗമല്ലേ? ആ നഷ്ടം സഹിച്ച് സർവൈവ് ചെയ്താൽ മാത്രം പോരാ, ജയിച്ചാൽ മാത്രം പോരാ. യുദ്ധത്തിന് ഒരു ഹരമായി മാറണം. അലക്സാണ്ടർ പറഞ്ഞതുപോലെ, സമുദ്രമേ, നീയും കൂടെ കരയായിരുന്നെങ്കിൽ നിന്നെ കൂടെ ഞാൻ കീഴടക്കിയേനെ എന്ന് പറഞ്ഞാൽ, ഒരു യുദ്ധം വന്നു, അടുത്ത രാജ്യത്തിൻ്റെ 10 പട്ടണം കിട്ടി. കൊള്ളില്ലേ യുദ്ധം? ആമേൻ. ചില കാഷ്വാലിറ്റി ഉണ്ടായി, പക്ഷേ അടുത്ത രാജ്യത്തിൻ്റെ 10 പട്ടണം കിട്ടി. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത യുദ്ധത്തിന് നിങ്ങൾ ഇഷ്ടപ്പെടുമല്ലോ. അതിനടുത്ത യുദ്ധത്തിലും 10 പട്ടണം കിട്ടി, അല്ലെ 15 പട്ടണം കിട്ടി. അങ്ങനെങ്കിൽ കീഴടക്കണമെന്ന് തോന്നില്ലേ? അതാണ് ഈ യുദ്ധത്തിന്റെ അടുത്ത മണ്ഡലം, ഒഫൻസീവ് വാർ, ആക്രമണം. അങ്ങോട്ട് കയറി ആക്രമിക്കണം. നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടം ഇല്ല, നമുക്ക് അടുത്ത രാജ്യത്തോട് പോരാട്ടം ഇല്ല, നമുക്ക് മതത്തോട് പോരാട്ടം ഇല്ല, നമുക്ക് സർക്കാരിനോട് പോരാട്ടം ഇല്ല. പക്ഷെ പിശാചിന്റെ രാജ്യത്തോട് നമുക്ക് പോരാട്ടം ഉണ്ട്, 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 ഉണ്ട്. നമ്മൾ ഡിക്ലെയർഡ് വാറിലാണ്. നിങ്ങൾ ഡിക്ലെയർ ചെയ്താലും ഇല്ലെങ്കിലും അത് അസൽ യുദ്ധമണ്ഡലമാണ്. ആമേൻ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ചേർത്ത് തെളിച്ച് പറഞ്ഞാൽ, പിശാചുമായി പൊരുതി 10 വീട് രക്ഷിക്കപ്പെടുത്തി സ്നാനപ്പെടുത്തി ദൈവസഭയെ കൊണ്ടുവരണം. ഒരു യുദ്ധം. അടുത്ത മേജർ വാർ, അടുത്ത 10 കുടുംബം ദൈവസഭയിൽ വരണം.
രക്ഷിക്കപ്പെടാത്തവൻ രക്ഷിക്കപ്പെട്ടു വരണം. അല്ലാതെ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സഭ ചാടി ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുക മാത്രമല്ല. ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം രക്ഷിക്കപ്പെടാത്ത വ്യക്തികളിലേക്ക് പോകണം, കുടുംബങ്ങളിലേക്ക് ചെല്ലണം. അവിടെ പിശാചി കയറി കുടിയിരിക്കുന്ന കുടിയിരിപ്പ് ഇറക്കി വിടണം. വിശ്വസിക്കാൻ സമ്മതിക്കാത്ത മണ്ഡലത്തെ അഴിച്ചു കളയണം. ആ ബുദ്ധിയെ സ്വതന്ത്രമാക്കണം. അവർ കേടുവരുത്തിയിട്ടുണ്ടാവാം, ആ കേട് പോയി ആത്മശുശ്രൂഷ ചെയ്ത് പരിഹരിക്കണം. അവിടെ തകർച്ച വരുത്തിയിട്ടുണ്ടാവാം, അതിനെ പരിഹരിക്കണം. ശാപം വരുത്തിയിട്ടുണ്ടാവാം, ആ ശാപത്തെ അഴിച്ചു കളയണം. അവിടെ രോഗം വരുത്തിയിട്ടുണ്ടാവാം, ആ രോഗത്തെ അഴിച്ചു കളയണം. അവിടെ കുടുംബങ്ങൾ ഛിദ്രിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവാം, ആ ഛിദ്രിപ്പിനെ അഴിച്ചു കളയണം. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി ജീവിക്കുകയാവാം, അവിടോട്ട് കയറി ചെന്ന് ആത്മശക്തിയുടെ വ്യാപാരത്താൽ അവരെ ഒന്നിപ്പിക്കണം. അവിടുത്തെ മക്കൾ വഴിപിഴച്ചു പോയിട്ടുണ്ടാവാം, ആത്മശക്തിയുടെ വ്യാപാരത്താൽ ആ വീട്ടിൽ കയറി ചെന്ന് ആ മക്കളെ പിടിച്ചിരിക്കുന്ന പിശാചിനെ പിടിച്ച് കെട്ടി ഹല്ലേലൂയ. എൻ്റെ ഭാഷയ്ക്ക് കൊങ്ങായ്ക്ക് ഒരു പിടിപിടിച്ച് ഒരു ഞെക്കി മൂലയ്ക്ക് കൊണ്ട് നിർത്തിയും വെച്ച് പിശാച് അനങ്ങിപ്പോകരുത്. ഈ കുടുംബത്തെ വിടുവിക്കാൻ യേശു എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു. ആത്മശക്തിയുടെ വ്യാപാരത്താൽ ഞാൻ ഈ കുടുംബത്തെ പുറത്തു കൊണ്ടുപോകുന്നു എന്ന് പറയാൻ ഹല്ലേലൂയ. അത് യേശു പറഞ്ഞതുപോലെ ബലവാനെ പിടിച്ചു കെട്ടിയെങ്കിലും അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എല്ലാ വീടും മറ്റേയാള് കാവലേപ്പിച്ചിരിക്കുകയാണ്. അയാളുടെ ജൂനിയേഴ്സ് എല്ലാ വീടിനെയും കാക്കുന്നുണ്ട്. അവർ രക്ഷിക്കപ്പെടണമെങ്കിൽ അവിടെ ഇരിക്കുന്ന ബലവാനെ പിടിച്ച് കെട്ടിയാലേ പറ്റുള്ളൂ, അല്ലാതെ ആരും രക്ഷിക്കപ്പെട്ട് വരില്ല. അതേന്നേ, ആരും രക്ഷിക്കപ്പെട്ട് വരില്ല. ആ പിശാചിൻ്റെ മേൽ ജയമെടുക്കാൻ തങ്ങൾക്ക് തന്നെ മിക്കവർക്കും കഴിയില്ല. അത്യപൂർവമായ ചില ആളുകൾക്ക് പെട്ടെന്നൊരു ആത്മസന്ദർശനം ഉണ്ടായി, വേറെ ആരും വിളിക്കാതെ വചനം കേട്ട് വന്ന് രക്ഷിക്കപ്പെട്ട ചിലരുണ്ടാവും, അത്യപൂർവം. ബാക്കി ഏത് മണ്ഡലം നിങ്ങൾ നോക്കിയാലും അതിൻ്റെ കെട്ടഴിക്കാൻ ഒരാൾ പോയപ്പോഴാണ് അതിന് സ്വാതന്ത്ര്യം ഉണ്ടായത്. ആമേൻ. അപ്പോൾ ആളുകൾ രക്ഷിക്കപ്പെടണം, അതാണ് അങ്ങോട്ടുള്ള ആക്രമണം. ആ വീട്ടിലെ രോഗം സൗഖ്യമാക്കുന്നത് അങ്ങോട്ടുള്ള ആക്രമണമാണ്. ഒറിജിനലി രോഗം പാപത്താൽ വന്നതാണ്. ഇന്നത്തെ എല്ലാ രോഗവും പാപത്തിന്റെ ഫലം അല്ല, എങ്കിലും ഒറിജിനലി ഏത് രോഗവും പാപത്തിന്റെ ഫലമായിട്ട് ഉണ്ടായതാണ്. ഒറിജിനലി. അതുകൊണ്ട് ഏത് രോഗത്തെയും സൗഖ്യമാക്കാൻ അധികാരം തന്നിരിക്കുന്നു. ഏത് രോഗത്തെയും സൗഖ്യമാക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. വാക്യം കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു. എന്നാൽ ചില രോഗങ്ങൾ പിശാച് വരുത്തുന്നതുണ്ട്, ഫിസിക്കൽ റീസൺസ് ഇല്ലാതെ. അങ്ങനെ കുറേ രോഗങ്ങളുണ്ട്. ഇനിയും ഫിസിക്കൽ റീസൺസ് ഇൻഫ്ലിക്റ്റ് ചെയ്തും കുത്തിവെച്ചും അത് വരുത്തുന്ന രോഗങ്ങൾ ഉണ്ട്. ഏതിൻ്റെ മേലും അധികാരമെടുക്കുന്ന മണ്ഡലമാണ് ആത്മീക ശുശ്രൂഷ. ആരെങ്കിലും മരുന്ന് ചെയ്യരുതെന്ന് ഞാൻ പ്രസംഗിച്ചു എന്ന് പറയണ്ട, അത് നിങ്ങളുടെ സൗകര്യം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യമുണ്ട്. ശുശ്രൂഷയിൽ രോഗശാന്തി ഒരു ഭാഗമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ പുതിയ നിയമം മുഴുവൻ എടുത്ത് ചോദിച്ചു നോക്കൂ. യേശു ശുശ്രൂഷിക്കാൻ പോയി. യേശു എന്താ ചെയ്തത്? സുവിശേഷം പ്രസംഗിച്ചു, തൻ്റെ അടുക്കൽ വന്ന എല്ലാ രോഗികളെയും സൗഖ്യമാക്കി. അപ്പോസ്തലന്മാരെ പറഞ്ഞു വിട്ടു. എന്തോ പറഞ്ഞു വിട്ടു? പോയി സ്വർഗരാജ്യം പ്രസംഗിക്കുവിൻ, എല്ലാവരെയും സ്വർഗരാജ്യത്തിൽ കൊണ്ടുവരുവിൻ എന്ന് മാത്രമാണോ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം വായിച്ചല്ലോ, മത്തായി 10:7-8 വാക്യം. അതിലെ രോഗികളെ സൗഖ്യമാക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ എന്ന് പറഞ്ഞല്ലേ വിട്ടത്. ആമേൻ. സഹോദരങ്ങളെ, സ്ഥിരം രോഗശാന്തി നടക്കണം. ആദിമസഭ വളരാനുള്ള, ഈവൻ പെന്തിക്കോസ്തിൻ്റെ ആരംഭകാല പ്രവർത്തനം ഈ 20-ാം നൂറ്റാണ്ടിൽ വളരാനുള്ള വളരെ അടിസ്ഥാനപരമായൊരു കാരണം രോഗശാന്തിയാണ്.
ഇന്നും നല്ല പോലെ ആള് കൂടി വരുന്ന സഭകൾ നോക്കണം, രോഗശാന്തി അവിടെ നടക്കുന്നു. അല്ലാതെ രോഗം ഇന്ന് സുഖമാകില്ല എന്ന് പറയുന്ന സഭയ്ക്ക് വളർച്ചയില്ല. പിശാചിന്റെ പ്രവൃത്തി അഴിക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. ഇത് ചിലർക്ക് മാത്രം കൊടുത്തതല്ല, ശുശ്രൂഷയാണോ ഭൂതത്തെ പുറത്താക്കണം. അല്ലാതെ കുറെ പ്രസംഗികൾ പ്രസംഗിച്ച് നടക്കുന്ന പോലെ അത്യപൂർവമായി ചിലർക്ക് മാത്രം കൊടുത്തിരിക്കുന്ന കൃപയാണത്, ബാക്കിയുള്ള നിങ്ങളാരും പോയി തുടരുത്, പോയാൽ അടി വാങ്ങിക്കും എന്നൊന്നും പറയുന്ന പ്രസംഗം ഈ പുസ്തകത്തിന്റെ വെളിച്ചത്തിലല്ല. ഞാൻ എടുത്തു പറഞ്ഞു, ഈ പുസ്തകത്തിന്റെ വെളിച്ചത്തിലല്ല. ചിലരുടെ അനുഭവമായിരിക്കാം പറയുന്നത്. അങ്ങനെ വാങ്ങിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, അടി വാങ്ങിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പുസ്തകത്തിന്റെ ക്രമം അനുസരിച്ച് അങ്ങനെ ജീവിക്കുന്ന ശുശ്രൂഷയ്ക്ക് പോകുന്നവരെ അടിക്കാനുള്ള അധികാരം പിശാചിന് ഇല്ല. അടിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിനെ പുറത്താക്കാനുള്ള അധികാരം കാണുകയില്ല എന്ന് ഞാൻ പറഞ്ഞ വിശുദ്ധി കാണുകയില്ല. പിശാചിന്റെ ചരക്ക് പോക്കറ്റ് ഇട്ടുണ്ട്. ഇറങ്ങ് പിശാചി എന്ന് പറഞ്ഞാൽ അയാൾ കൊങ്ങായി കയറി പിടിക്കുകയല്ലേ? അപ്പൊ പിശാചിനോട് ഇറങ്ങെന്ന് പറയണമെങ്കിൽ പിശാചിന്റെ ചരക്ക് ഒരെണ്ണം കയ്യിൽ കാണരുത്. നിങ്ങളറിയ, ഒരു ചരക്ക് വീട്ടിൽ വെച്ചേക്കരുത്, ഒരൊറ്റ ചരക്ക് സിസ്റ്റത്തിൽ കാണരുത്. ആമേൻ. വിശുദ്ധമായി ജീവിക്കുന്നവൻ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അത് പോവും, അത് പോവും, അത് പോവും. വിശ്വാസവും കൂടെ വേണം. വിശുദ്ധി കൊണ്ട് മാത്രം പറ്റില്ല. വിശുദ്ധി ഉണ്ടെങ്കിലും പേടി ഉണ്ടെങ്കിൽ അയാൾ പോവില്ല. സംശയത്തിന്റെ വാക്ക് പറഞ്ഞാൽ അയാൾ പോവില്ല. അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞാൽ അയാൾ പോവില്ല. നിങ്ങൾ പറയുന്ന വാക്കെല്ലാം അയാൾ കേൾക്കും. ഓരോ വീട്ടുകാരോട് പറഞ്ഞതും കൂട്ടുകാരോട് പറഞ്ഞതും ചുമ്മാതിരുന്ന് ചിലപ്പോൾ പറയുമല്ലോ, അതെല്ലാം അയാൾ കേട്ടിട്ടുണ്ട്. അവിശ്വാസത്തിന്റെ വാക്കാണോ? ഏറ്റുപറ, സോറി പറ, സോറി പറ, ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി ദൈവമേ, എൻ്റെ അവിശ്വാസത്തെ ക്ഷമിക്കണം, മടങ്ങി വരൂ, വിശ്വാസം, സത്യവിശ്വാസം ഏറ്റുപറയൂ. അന്നേരം പിശാച് കേൾക്കും. പിശാചിനെ പുറത്താക്കുന്ന ശുശ്രൂഷയുടെ ഭാഗമായിരിക്കണം എല്ലാ സഭയിലും, എല്ലാ ശുശ്രൂഷകരും. പിശാചിനെ പുറത്താക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, അതിൻ്റെ പ്രവൃത്തിയെ അഴിക്കണം. അത് ചെയ്യുന്നത് യുദ്ധമാണ്. യുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ അങ്ങോട്ട് ചെന്ന് അഴിക്കാൻ പോയ ഉടനെ കൈയും കെട്ടി നിന്നിരുന്ന പുള്ളിയൊന്നുമല്ല അയാൾ. ഇന്ന് അഴിച്ചോ എന്നും പറഞ്ഞ അയാൾ നിൽക്കില്ല. മത്തായി 24:24 നിർവാഹമുണ്ടെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കാൻ സകല പരിശ്രമവും ചെയ്ത് അയാൾ നടക്കുകയാണ്. ഏതൊരവസരമുണ്ട് ഇച്ചിരി ബലഹീനമായത് എന്ന് നോക്കി നടക്കുകയാണ്. ശരീരത്തിൽ ബലഹീനമായ അവസരം, മനസ്സിൽ ബലഹീനമായ അവസരം, വികാരത്തിൽ ബലഹീനമായ അവസരം, കുടുംബത്തിൽ സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കിയപ്പോൾ ക്ഷീണമുണ്ടായോ ഇല്ലയോ, ഇങ്ങനെ ഓരോരോ അവസരം നോക്കി നടക്കുന്നവർക്ക് അവന് ഈ പരിധി സമ്മതിക്കാതെ കൃപയിൽ ജീവിക്കണം. ആമേൻ. ശക്തിയോടെ അവൻ്റെ പ്രവൃത്തിയെ ഏതിനെയും അഴിച്ചു കളയണം. അപ്പൊ അങ്ങോട്ട് കയറി പിടിച്ച് കെട്ടി അഴിക്കണം. അല്ല, അയാൾ വെറുതെ നിന്ന് തരില്ല. ചെല്ലുമ്പോൾ അയാൾ എതിർക്കാൻ വരും. അതെന്നെ, എതിർക്കാൻ വരും. പലതരത്തിലാണ് എതിർപ്പ്. സ്തോത്രം. ചിലപ്പോൾ വന്ന് വലിയ വീം പഠിച്ച് വലിയ വർത്താനം പറയും. ഞാൻ കേടി ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ. എന്നോട് എത്ര തവണ ഞാൻ വിളിച്ച് പറഞ്ഞിരിക്കുന്നറിയോ? വരുവേ. ഒറ്റ വാക്ക് വിശ്വസിച്ചു കൊടുക്കരുത്, അതിനെ മുഴുവൻ തള്ളി പറഞ്ഞേക്കണം. ആമേൻ. ചിലപ്പോൾ ശരീരത്തെ ബാധിക്കാൻ വരും. കേടുവരുത്തുന്നല്ലേ പറഞ്ഞു, ശരീരത്തെ ബാധിക്കാൻ വരും. ചിലപ്പം ശരീരത്തെ ബാധിക്കാൻ വന്നാൽ അതിന് സമ്മതിച്ചു കൊടുക്കരുത്. ഹൗഷമനഹത്തരിയ. ഞാനൊരു ടീമിനെ കൊണ്ട് ഒരു ശുശ്രൂഷയ്ക്ക് പോവുകയാണ്. ഒരു 30 ദിവസത്തെ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കാൻ വേണ്ടി പോവുകയാണ്. 30 ദിവസം. 3-ാം ദിവസം രാവിലെ എൻ്റെ ഈ തൊണ്ടയ്ക്ക് കിടക്കുന്ന ടോൺസിൽസ് നാക്കിൻ്റെ അറ്റത്ത് വന്നു. വണ്ടിയെ പോവാ. യു വോണ്ട് ബിലീവ് ഇറ്റ്. അതാണ് സംഭവിച്ചത്. അവന് വേണ്ടത് ഞാൻ ഈ ടീമിനെ കൊണ്ട് പോകരുത്. ഞാൻ പോയില്ലെങ്കിൽ ആ ടീമിന് പോകാൻ പറ്റത്തില്ല. ഹോൾ പദ്ധതി മുടക്കം. നേരം വളർത്ത് വണ്ടിയെ കയറിയപ്പോൾ സംഭവിച്ചപ്പോൾ ഞാൻ യുദ്ധം തുടങ്ങി. എന്ത് യുദ്ധം? പിശാചെ പറ്റില്ല,
എൻ്റെ ടോൺസിൽസിനെ തൊടാൻ നിനക്ക് അധികാരം ഇല്ല. വണ്ടിയിൽ ആരാധന നടക്കുകയാണ്, ഇത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ആമേൻ. സന്ധ്യ ആയപ്പോഴത്തേക്ക് ടോൺസിൽസ് മടങ്ങി അവിടെ പോയി. കുറച്ചു നേരം അതിൻ്റെ അടയാളം കാണിച്ചതാണ്, ഞാനിവിടെ ഉണ്ട്, നീ അങ്ങനെ പോയാൽ നിന്നെ വെറുതെ വിടില്ല എന്ന് പറയാൻ അധികാരം കാണിച്ചതാണ്. പക്ഷെ അതിൻ്റെ അധികാരം ജയിച്ചില്ല. ഹല്ലേലൂയ. ഉടരബദലഹന്തിനിയ ശംഖുരഹസ്യ. ആമേൻ. ഇന്നും അയാൾ ഇച്ചിരി പണി പണിഞ്ഞു. പക്ഷേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയം ദൈവത്തിന്റെ വകയാണ്, ജയം നമ്മുടെ വകയാണ്. അയാൾ ഇവിടെ ഉണ്ടെന്ന് അടയാളം കാണിക്കാൻ വല്ല പരിപാടിയും കൊണ്ട് വരും. ശരീരത്തെ ബാധിച്ചുവെന്ന് വരും. കിടക്കാൻ സമ്മതിക്കരുത്. ഞാൻ രോഗിയാണെന്ന് പറയാൻ സമ്മതിക്കരുത്. ചെറുത്തു നിന്ന് പറയണം, ഹേയ് രോഗമേ, നിനക്ക് എൻ്റെ മേൽ അധികാരം ഇല്ല, എൻ്റെ ശരീരത്തിൽ കുടികൊള്ളാൻ നിന്നെ അനുവദിക്കുകയില്ല. Get out, get out, get out, get out. ആമേൻ. ചിലപ്പോൾ പേടിപ്പിക്കുന്ന തരത്തിൽ വരും. പോകുന്നവരോട് ഞാൻ പറയാം, ആരെയും പേടിപ്പിക്കാൻ പറയുന്നതല്ല, പക്ഷേ കാര്യം അറിഞ്ഞിട്ട് പോകണം. നിങ്ങൾ പോയാൽ നിങ്ങളെ എതിർക്കാൻ പിശാച് നിൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് വരണം. ഇത് യുദ്ധമാണെന്നറിയണം. യുദ്ധമാണ്. അയാൾ അവിടെ ഉണ്ട്. അതല്ലേ പറഞ്ഞിരിക്കുന്നത്. അലറുന്ന സിംഹം എന്ന പോലെ നടക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അയാൾ അവിടെ ഉണ്ട്, നിങ്ങളെ എതിർക്കും. പക്ഷേ ജയം ആരുടെ വക? പറഞ്ഞോളൂ. കമാൺ, ശബ്ദമായി പറയാൻ പറ. ജയം നമ്മുടെ വക. യേശു നിമിത്തം ജയം നമ്മുടെ വക. ഭീകരമായ അന്തരീക്ഷം ചിലപ്പോൾ ഉണ്ടാക്കിക്കളയും. പേടിക്കരുത്, 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 പേടിക്കരുത്. ഞങ്ങളൊരു രാജ്യത്ത് ആത്മയുദ്ധത്തിന് പോയി. ആളുകളെ, ഒത്തിരി വിശ്വാസികളുള്ള സ്ഥലങ്ങളല്ല ചില സ്ഥലങ്ങൾ. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു കുടുംബമേ ഉള്ളൂ. അവരോട് ഞങ്ങൾ ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞ് ചെന്ന് അവരോട് കൂടി ഇരുന്നു, പ്രാർത്ഥിച്ചു, കാര്യമെല്ലാം പറഞ്ഞു. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അവരെ ശക്തിയോടെ നിന്ന് പിശാചിനോട് പൊരുതാൻ തന്നെ തീരുമാനിച്ചു. ഞങ്ങളടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്തു. രണ്ടാം ദിവസം ഒരു ഫോൺ കോൾ ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക്. ഞങ്ങളോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിളിച്ച് പറയുകയാണ്, ആ സ്ത്രീ ഒരു നഴ്സാണ്, ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾ ഓഫ് എ സഡൻ അവിടെ സംസാരശേഷി പോയി. ഓൾ ഓഫ് എ സഡൻ ഷീ വോണ്ട് സ്പീക്ക്. ഷീ വോണ്ട് സ്പീക്ക്. ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എല്ലാ ടെസ്റ്റും നടത്തി, ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ സംസാരിക്കില്ല. അവിടെയാണ് ഞങ്ങളെ വിളിച്ചത്. ഞങ്ങൾ പറഞ്ഞ്, പിശാച് നിന്നെ വിരട്ടുകയാണ്, ഇതിന് ചെയ്യാൻ പോയാൽ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുകയാണ്. പേടിക്കരുത്. ആത്മാവിൽ ഞങ്ങൾ പൊരുതിക്കൊള്ളാം, നീയും ആത്മാവിൽ നിങ്ങളും ആത്മാവിൽ പൊരുതിക്കൊള്ളൂ. ആമേൻ. 2 ദിവസം അങ്ങനെ ഇരുന്നു. അടുത്ത ദിവസം അവിടെ വായി തുറന്നു അവൾ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറയുന്നത് കേട്ടും വെച്ച് ചാടിപ്പോയി ഇറങ്ങി പുറപ്പെട്ടും വെച്ച് അവസാനം അടി വാങ്ങിച്ച്, അടി കിട്ടിയെന്ന് തോന്നുന്നത് പോലെ ചില സംഭവങ്ങൾ ഉണ്ടായാൽ പേടിച്ചിരിക്കാൻ പാടില്ല. അതുകൊണ്ട് നിർത്താൻ പാടില്ല. ഒരടയാളവും കൊണ്ട് വന്നാൽ അധികാരത്തോടെ വിളിച്ചു പറയണം, നിനക്ക് പറ്റില്ല, നിന്റെ ചരക്ക് നടക്കില്ല, നീ കേടുവരുത്താൻ നോക്കിയാൽ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. അത് രോഗമാകട്ടെ, അത് ബാധയാകട്ടെ, തൊണ്ടയടപ്പിക്കുന്നതാണ് എന്ത് ചരക്കുമാകട്ടെ, യേശു നിമിത്തം എനിക്ക് ജയമുണ്ട്. പിശാചേ, നിന്റെ പ്രവൃത്തിയെ ഞാൻ അഴിക്കും. സ്തോത്രം. നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്താൽ, എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന? സ്വന്തം കാര്യത്തിന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഉണ്ട്. എല്ലാവരും സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വലിയ അത്യാവശ്യം വന്നാൽ ഉടനെ ഉപവസിക്കാൻ അറിയാം. ഒട്ടും ലീവ് കിട്ടാത്തവർക്കും അന്നേരം ലീവ് എടുക്കാൻ അറിയാം. അങ്ങനെ വലിയ പ്രശ്നം വന്നാൽ, പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ആളുകളുടെ സംഖ്യ വളരെ കുറവാണ്. കാരണമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഉപദ്രവിക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തികളോട് എതിർക്കാൻ നിങ്ങൾ പോവുകയാണ്. അവരുടെ വീട്ടിലെ പിശാചിൻ്റെ കെട്ടഴിക്കാൻ നിങ്ങൾ പോവുകയാണ്. അതിൻ്റെ കൂടളക്കാൻ പോവാണ്. അപ്പോൾ അങ്ങോട്ട് അടിക്കാനായി കയറി ചെല്ലുന്നത്.
അങ്ങോട്ടടിക്കാൻ കയറി ചെന്നാൽ വേറൊരാൾക്ക് വേണ്ടിയല്ല അടിക്കാൻ കയറി ചെല്ലുന്നത്. അപ്പൊ നിങ്ങൾ അതിനെ തോപ്പിച്ചെങ്കിലല്ലേ ആ കുടുംബത്തെ വിടുവിക്കാൻ പറ്റുള്ളൂ. പ്രാർത്ഥനയിൽ നിങ്ങൾ അവരെ തോപ്പിക്കുകയാണ്. ആത്മശക്തിയോടുള്ള ആത്മനിറവിലെ പ്രാർത്ഥനയിൽ തോപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോയാൽ നിങ്ങൾക്കെതിരെ അത് യുദ്ധം ചെയ്യും, പൊരുതും, അടയാളം കാണിക്കും. പേടിപ്പിക്കാൻ പറയല്ല, അധികാരത്തോടെ അങ്ങ് ചെയ്തേച്ചാ മതി. അധികാരത്തോടെ ചെയ്തേച്ചാ മതി. ആ കുടുംബത്തിലെ ബാധ ഇങ്ങോട്ട് വരുമെന്ന് പേടിക്കണ്ട. അതിനെ കോമ്പൗണ്ടിൽ കയറ്റാതെ അതിനെ പുറത്തു നിർത്താൻ ആത്മമണ്ഡലത്തിൽ അധികാരം തന്നിരിക്കുകയാണ്. ആകയാൽ പിശാചേ, അവിടുത്തെ രോഗം ഇവിടെ വരാൻ പാടില്ല, അവിടുത്തെ ബാധ ഇവിടെ വരാൻ പാടില്ല. നിങ്ങളിൽ ചിലരുടെ ആത്മാവ് പല പല സന്ദർഭങ്ങളിലും ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തട്ടി ഉണർത്തി പറഞ്ഞു വിട്ടിട്ടില്ലേ? നിങ്ങൾ യുദ്ധം ചെയ്യാനാണ് പോയതെന്നറിയോ? അതിന്റെ ഗൗരവം അറിഞ്ഞില്ലെങ്കിൽ കൂടുതൽ തീവ്രതയോടെ പ്രാർത്ഥിച്ചോളൂ. അത് യുദ്ധമാണ്. ആമേൻ. തിരിച്ച് പ്രതികരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പൊയ്ക്കോളൂ. പക്ഷേ ഏത് പ്രതികരണം വന്നാലും യേശുക്രിസ്തുവിൻ നാമത്തിൽ ചവിട്ടി മെതിച്ച് കാൽ കീഴാക്കി ആധിപത്യമെടുത്ത് നിൽക്കാനുള്ള മണ്ഡലമാണ് ഹേ മധ്യസ്ഥ പ്രാർത്ഥനക്കാരാ നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ആക്രമണമാണ്, പിശാചിന് നേരെയുള്ള ആക്രമണമാണ്, അതിൻ്റെ കോട്ടകളെ ഇടിക്കുന്ന ആക്രമണങ്ങൾ. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗം കിട്ടിയവരുണ്ട്. അവിടുത്തെ ദേശാധിപതിയോടുള്ള യുദ്ധമാണ്. പോയി ചെയ്തോണം, ആത്മശക്തിയോടെ ചെയ്തോണം. ദേശാധിപതിക്ക് നിങ്ങളുടെ മേൽ അധികാരമില്ല, അതിൻ്റെ മേലാണ് ദൈവം നമ്മെ വച്ചിരിക്കുന്നത്. അതിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിലല്ല. അതിന് നിയോഗം കിട്ടിയവൻ അധികാരത്തോടെ ചെയ്തോണം, പേടിയില്ലാതെ ചെയ്തോണം. ചിലരിന് ചെയ്യുന്നുണ്ട്, ബാക്കി ചിലർക്ക് പേടിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ വചനത്താൽ വിളിച്ചു പറയുന്നു, ജോയിൻ ചെയ്തോളൂ. ആത്മാവിൽ ദേശത്തെ പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ച് ദേശത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ, ആത്മ അന്തരീക്ഷം ദേശത്ത് ശുദ്ധീകരിക്കപ്പെടുവാൻ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി ചെയ്യണം. ഉണർവില്ലാത്ത സഭകളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ അനുവദിക്കാത്ത പെന്തക്കോസ്ത് പള്ളികളുണ്ട്. ആത്മസ്നാനം പ്രാപിക്കാത്തവരോ പ്രാപിച്ചവരിൽ അതിന്റെ ബലം കെടുത്തിക്കളഞ്ഞവരായി ജഡത്തിൽ ജീവിക്കുന്നവരോ ആയ ചില ആളുകൾ സഭാമണ്ഡലം കൈയടക്കി ദാഹത്തോടെ ജീവിക്കുന്ന ആത്മാക്കളെ ദൈവത്തെ പ്രാപിക്കാൻ സമ്മതിക്കാതെ അതിന് വിപരീതമായി സംസാരിച്ച് അതിന് വിപരീതമായി പ്രസംഗിച്ച് മടുപ്പിക്കുന്ന മണ്ഡലത്തിൽ, ആ മണ്ഡലം നിങ്ങൾ ആത്മാവിൽ അഴിക്കണം. പ്രാർത്ഥിച്ച് ആ മണ്ഡലം അഴിക്കണം. ആ അന്തരീക്ഷം ശുദ്ധമായി തീരണം. ആ അവിശ്വാസത്തിന്റെ ആത്മാവ് അവിടുന്ന് മാറണം. ആ ചോദ്യം ചെയ്യലിന്റെ ആത്മാവ് അവിടുന്ന് മാറണം. ആ മുതലാളിത്വത്തിന്റെ ആത്മാവ് അവിടുന്ന് മാറണം. യേശുവിന്റെ ആധിപത്യത്തിന്റെ കീഴിൽ നിങ്ങളുടെ സഭ വരുന്ന മണ്ഡലവും വരണം. ആമേൻ. നിങ്ങൾക്ക് സഭയിൽ വലിയ സ്വാധീനം കാണുകയല്ല, ആത്മസ്വാധീനം പോലൊരു സ്വാധീനം ഇല്ല. പിശാചിനെ പിടിച്ചു കെട്ടുന്ന പോലൊരു സ്വാധീനം ഇല്ല. നിങ്ങൾ മുഖ്യനല്ലായിരിക്കാം, നിങ്ങൾ കേവലം ഒരു സ്ത്രീ ആയിരിക്കാം, നിങ്ങൾക്ക് കഴിയില്ല എന്ന് തോന്നരുത്. ആത്മശക്തി വ്യാപരിക്കുന്ന ഒരു സ്ത്രീ പിശാചിന്റെ ശക്തികളെ കീഴടക്കാൻ അധികാരം പ്രാപിച്ചതാണെന്ന് അറിയണം. ആ മണ്ഡലത്തിന്റെ മേൽ, ആകാശ മണ്ഡലത്തിന്റെ മേൽ ജയമെടുക്കണം. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് ദൈവത്തിന്റെ വചനമാണ്. അത് സംഭവിച്ചേ തീരൂ. ഹല്ലേലൂയ. അത് ബഹ്റിനിലും സംഭവിക്കണം, അത് കുവൈറ്റിലും സംഭവിക്കണം, അത് സൗദിയിലും സംഭവിക്കണം, അത് ഇന്ത്യയിലും സംഭവിക്കണം, അത് മരവിച്ച അമേരിക്കയിലും സംഭവിക്കണം, UK-യിലും സംഭവിക്കണം. എവിടെയും ദൈവം തന്റെ ആത്മാവിനെ അയക്കും.
അപ്പൊ ഇവ ആക്രമണമാണ്, കേവലം ഡിഫൻസ് അല്ല. അങ്ങോട്ട് കയറി ആക്രമിച്ച് വ്യക്തികളെ പുറത്തു കൊണ്ടുവരികയാണ്, ആളുകളെ സ്വതന്ത്രമാക്കി പുറത്തു കൊണ്ടുവരികയാണ്, ആളുകളെ ആത്മീയരാക്കി പുറത്തു കൊണ്ടുവരികയാണ്. ഇത് പിശാചിന്റെ പ്രവൃത്തികളെ തോപ്പിച്ചെങ്കിലേ പറ്റുള്ളൂ. അത് ചെയ്യുന്ന നിങ്ങൾ ആക്രമണപ്പെട്ട ആൾക്കാരാണ്. ചിലതര ഹത്തിനികടകസ്യ, കേവലം ആള് പുറത്തു പോകാതിരിക്കുന്ന സൂക്ഷിക്കുന്നത് മാത്രമല്ല, അതും പട്ടാളത്തിന് ആഭ്യന്തര കാര്യം ചെയ്യുന്നത് പട്ടാളമല്ല, പോലീസാണ്. പോലീസ് എന്താ ചെയ്യുന്നത്? പട്ടാളം എന്താ ചെയ്യുന്നത്? പുറത്തു നിന്നുള്ള ആക്രമണത്തെ ചെറുക്കുന്നതാണ് പട്ടാളത്തിന്റെ ജോലി. അവരെയാണ് പടയാളി എന്ന് വിളിക്കുന്നത്. അങ്ങോട്ട് കയറി അടിക്കുന്നവന്റെ പേരാണ് പട്ടാളം, അല്ലാതെ ഉള്ളത് കൊണ്ടുപോകുന്നവന്റെ പേര് പട്ടാളം എന്നല്ല. ഓഫ് കോഴ്സ് പിശാചിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ പട്ടാളമാവും, അല്ല ഉള്ളത് തള്ളിക്കൊണ്ടുപോയാൽ അത് പട്ടാളത്തിന്റെ പ്രവൃത്തിയല്ല. എഫെസ്യ ലേഖനം 6:10 വേഗമായിക്കോട്ടെ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഒടുവിൽ യുദ്ധത്തിന് വേണ്ടി പറയുന്ന ഭാഗമാണത്. 6:10 മുതൽ 18 വരെ യുദ്ധകാര്യം പറയുന്നതാണ്. ആദ്യത്തെ ഭാഗം ഇങ്ങനെയാണ്: ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. എന്നിട്ടാണ് പിന്നെ പറയുന്നത് നമുക്ക് പോരാട്ടങ്ങൾ ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങൾ. ജഡരക്തമാണെങ്കിൽ അരക്കൈ നോക്കാമെന്ന് പറയാം. പക്ഷേ വാഴ്ചയാണ്, അധികാരമാണ്, അന്ധകാരത്തിന്റെ ലോകാധിപതിയാണ്, ദുഷ്ടാത്മ സേനയോടാണ് ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ സാധാരണഗതി പോകാൻ പറ്റില്ല. അതുകൊണ്ട് പറയുന്നു ഒടുവിൽ കർത്താവിലും അവന്റെ എന്ന് പറഞ്ഞാൽ എന്താണ്? അമിത ബലത്തിൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ശത്രുവിന് എത്ര ശക്തിയുണ്ടോ അയാളെ നിസ്സാരമായി തോൽപ്പിക്കുന്ന ശക്തിയിൽ അങ്ങോട്ട് കയറി ചെല്ലണം. ആമേൻ. എൻ്റെ ഭാഷയ്ക്ക് പറയാണ്, 5 ഹോഴ്സ് പവർ ഇങ്ങോട്ട് വന്നാൽ 10 ഹോഴ്സ് പവറിന് അങ്ങോട്ട് ചെയ്യുന്ന ഒറ്റ ഇടി കൊടുത്ത് തറയത്തിലിടണം. ആത്മാവിൽ ശക്തി ഉണ്ട്, നിങ്ങളുടെ കയ്യിലുള്ളത് പോരാന്ന്, അതിൻ്റെ അമിത ബലം വേണമെന്ന്. ഏത് ദിവസം വരുന്ന ദുഷ്ടൻ എത്ര ശക്തനാണോ അതിന് അഡീഷണൽ പ്രാപിച്ചോണം. ഉള്ള അഭിഷേകം കൊണ്ട് മാത്രമേ ഇരിക്കരുത്. ഉള്ള അഭിഷേകം എല്ലാത്തിനും പറ്റില്ല. ഉള്ള അഭിഷേകം ഓർഡിനറി ലൈഫിനെ പറ്റുള്ളൂ. ശത്രുവിന്റെ ബലം കൂടി വരും തോറും നിനക്ക് ബലം കൂടണം. അതിന് ബലം കൂടിയോ ബലം കൂടുതൽ തരാൻ മേലോകത്തിൽ റെഡി. അഭിഷേകത്തിന് അടുത്ത മണ്ഡലത്തിൽ കൊണ്ടുപോകുവാൻ ആത്മാവ് തയ്യാർ. അടുത്ത രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരാൻ ആത്മാവ് തയ്യാർ. ആമേൻ. അതിന് വിശ്വസിക്കാൻ തയ്യാറാവണം. ബുദ്ധിമണ്ഡലത്തിൽ ദൈവം പ്രവർത്തിക്കാൻ സമ്മതിച്ചു കൊടുക്കണം. ദൈവത്തിന്റെ ആത്മാവിനെ പിടിച്ച് ഒതുക്കരുത്. ശരീരത്തിൽ ആത്മാവിന് പ്രവർത്തിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ചിലപ്പോൾ അഴിച്ച് പണിഞ്ഞിട്ട് വേണം കൂടുതൽ ശക്തി അയക്കാൻ. സിംഗിൾ ഫേസ് കറണ്ട് പോകുന്നിടത്ത് 3 ഫേസ് കറണ്ട് വിടാൻ പറ്റുമോ? എല്ലാം കൂടെ കത്തിപ്പോവും. ദൈവം നിങ്ങളെ പണിയാൻ സമ്മതിക്കാതെ ശക്തി അയക്കും എന്ന് പറഞ്ഞാൽ നിന്നെ ചുട്ടുകളയും. അതുകൊണ്ട് തരത്തില്ല. പണി നടത്തിയെങ്കിലേ ആത്മാവ് തരൂ. ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തും. ചിലപ്പോൾ ശോധനകൾ കൂടെ കൊണ്ടുപോകും, കഷ്ടങ്ങൾ കൂടെ കൊണ്ടുപോകും. അതിന് നടുവിൽ അഴിച്ചൊന്ന് പണിയും. അൺകംഫർട്ടബിൾ ആയി തോന്നുന്ന കുറേ ദിവസങ്ങളുണ്ടാവും. അർത്ഥങ്ങൾ അറിയാൻ മേലാത്ത കുറേ ദിവസങ്ങളുണ്ടാവും. ജീവിതത്തിൽ പരിശോധിച്ചിട്ട് തെറ്റുകൾ കണ്ടെത്താൻ കഴിയാത്തതായി എന്തുകൊണ്ട് ഇതൊന്ന് ചോദിക്കുന്ന സമയങ്ങളുണ്ടാവും. അതിന് നടുവിൽ അറിയണം, നിന്നെ പുതുക്കി പണിഞ്ഞ് മെച്ചമായി പണിഞ്ഞ് വേറൊരു മണ്ഡലത്തിൽ, ഒരു ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ ശക്തിപ്പെടുത്താൻ ആത്മാവ് ഉപയോഗിക്കുന്ന സമയമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഒരുങ്ങിക്കൊള്ളണം. ആത്മാവിനെ ചോദ്യം ചെയ്ത് നിൽക്കരുത്. ജീസസ്. അടുത്ത കാര്യം ഞാൻ വേഗം പറയുന്നു. എഫെസ്യ ലേഖനം 6:13 മുതൽ 18 വരെ ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തോണം. പോണോ? സർവായുധവർഗം എടുത്ത് പോകാവൂ. അല്ലാതെ ഇട്ടിരിക്കുന്ന ഉടുപ്പും കൊണ്ട് അങ്ങോട്ട് കയറി ചെന്നാൽ പൊന്നെ കൊന്നിട്ട് കളയും. പട്ടാളക്കാരാണെങ്കിൽ നമ്മളെ പോലെ പോകാറുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ പട്ടാളക്കാരനെ പോലെ റെഡിയായിട്ട് വിശ്വാസി എപ്പോഴും ജീവിക്കണം. അത് ഈ ആക്രമണക്കാർ. അല്ലാത്തവരും അങ്ങനെ തന്നെ വേണം. കാരണം നിങ്ങളെ കൊല്ലാൻ വരുന്നു.
നിങ്ങളെ നശിപ്പിക്കാൻ വരുന്നു. കാഷ്വൽ ഡ്രസ്സിൽ നടന്നാൽ അപകടം ഉറപ്പാണ്. വിശ്വാസിയുമായിട്ട് പാസ്റ്ററാവട്ടെ കാഷ്വൽ ഡ്രസ്സിൽ നടക്കാൻ പാടില്ല. ആത്മമണ്ഡലം ഞാൻ പറയുകയാണ്, അല്ല ഈ ഉടുപ്പിൻ്റെ കാര്യമല്ല. എന്താണ് ആ മണ്ഡലം? വേഗം ഒന്ന് നോക്കിക്കോളൂ. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെങ്കിലും ചില തോന്നി പറയണം എനിക്ക്. അടുത്തെന്താ വായിക്കുന്നത്? അരയ്ക്ക് സത്യം കെട്ടിയും. പട്ടാളക്കാരൻ്റെ വേഷം പറയാണ്. പട്ടാളക്കാരന് ബെൽറ്റ് വേണം. ബെൽറ്റില്ലാതെ പട്ടാളക്കാരൻ പോകാറില്ല, അവന് ബെൽറ്റ് വേണം. നമ്മളൊക്കെ പാൻറ് ഇട്ടിട്ട് ബെൽറ്റ് കെട്ടാറുണ്ട്. അത് ചുമ്മാ ഇവിടെ നിന്ന് മുറിയിരിക്കാൻ കെട്ടുന്നുള്ളേ ഉള്ളൂ. അത് കൂടിയ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ മുറുകി അവിടെ ഇരിക്കണം. പാൻറ് ഊരി പോകാൻ പാടില്ലല്ലോ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഈവൻ പോലീസുകാർ, ഞാൻ അമേരിക്കൻ പോലീസുകാരനെ കണ്ടിട്ടുണ്ട്. അമേരിക്കൻ പോലീസുകാരൻ്റെ ബെൽറ്റിൽ ഒരുപാട് സാധനം തൂക്കിയിട്ടേക്കും. കയ്യിൽ സാധനമെല്ലാം കൊണ്ട് നടന്നാൽ പ്രവർത്തന നിരതരായിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അയാളുടെ തോക്ക് തൂക്കിയിടുന്നത് ബെൽറ്റേലാണ്. കത്തി കാണും, അതും ബെൽറ്റേലാണ്. അയാളുടെ ഫോണും അയാളുടെ ബെൽറ്റേ കാണും. വേറെ ഒത്തിരി സാധനം കാണും. അമേരിക്കൻ പോലീസുകാരൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കൂട്ടം താക്കോല് കാണും. ഏതൊരു എമർജൻസി ഉണ്ടായി ഏത് മുറി തുറക്കേണ്ടി വന്നാലും അയാൾക്ക് മുറി തുറക്കണം. അതിനൊരു പറ്റൻ താക്കോലയുടെ ബെൽറ്റേ കാണും. അപ്പോൾ അയാൾ ആയുധവർഗം മുഴുവൻ തൂക്കിയിടുന്ന മുഴുവനും ഈ ബെൽറ്റേലാണ്. കാരണം കൈ സ്വതന്ത്രമായിരിക്കണം. ആമേൻ. വണ്ടി ഓടിക്കുമ്പോഴും കൈ സ്വതന്ത്രമായിരിക്കണം. വണ്ടി നിർത്തിയും വെച്ച് സാധനമെല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. വണ്ടി നിർമ്മിച്ച് ഒറ്റ ചാട്ടത്തിന് ഇറങ്ങി മറ്റവനെ കീഴടക്കണം എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ പൈതല് നല്ല പോലെ ബെൽറ്റ് മുറുക്കി ഇതിനകത്ത് ആയുധങ്ങളെല്ലാം ഇട്ടോണ്ട് നടക്കണം. പക്ഷെ അങ്ങനെ ബെൽറ്റ് മുറുക്കണമെങ്കിൽ എന്താ മാർഗം? സത്യം പറയണം. എപ്പോഴും സത്യം പറയണം. കള്ളം പറഞ്ഞാൽ ഏപ്പാടും. തെറ്റ് ചെയ്തൊന്ന് കണ്ടുപിടിച്ചാൽ അന്നേരം പിന്നെ വിറയ്ക്കുമല്ലോ. അതേ സമയം നിങ്ങൾ പറഞ്ഞ മുഴുവൻ സത്യമാണെങ്കിൽ എവിടെങ്കിലും നാണിക്കണോ? പിശാചിൻ്റെ മുമ്പാകെ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാമല്ലോ. നുണയം പറഞ്ഞു വെച്ച് പിശാചിന് മുമ്പിൽ ഉറച്ചു നിൽക്കാൻ പറ്റുമോ? അയാൾ നുണയനല്ലേ? അയാളുടെ മോനാണ് നിങ്ങൾ, അയാളുടെ മോളാണ് നിങ്ങളെന്ന് അയക്കറിയില്ലേ? അതുകൊണ്ട് പിശാചിനോട് എതിർക്കണോ? ഒറ്റ കള്ളം പറയരുത്. സത്യം മാത്രമേ പറയാവൂ. എന്ത് വന്നാലും സത്യം മാത്രമേ പറയാവൂ. ആരൊക്കെ സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ആക്രമണം ഈ നെഞ്ചിന്റെ നേരെ വരും. അന്നത്തെ പട്ടാളക്കാരന് നെഞ്ചി പൊതിയാൻ ഒരു മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ലോഹനിർമ്മിതമായ ഒരു കവചം ഉണ്ടായിരുന്നു. അപ്പം അമ്പ ചെയ്താൽ ഇത് കൊള്ളാൻ പാടില്ല, കൊണ്ടുവന്ന് ധരിച്ചു പോയിക്കോളും. അതുകൊണ്ട് അങ്ങനെ നെഞ്ച് കവർ ചെയ്ത് വേണം അവർ നടക്കാൻ. സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു റൈറ്റ്, അതല്ല നീതി എന്ന് പറയുന്നത്. റൈറ്റ് ഈസ് റൈറ്റ്യസ്നെസ്. ഒരു തെറ്റും ചെയ്യരുത്. ദൈവപൈതൽ ആരുടെയും തെറ്റിന് കൂട്ടു നിൽക്കരുത്. നിങ്ങൾ തെറ്റിന് കൂട്ടു നിൽക്കുമെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് തെറ്റ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ തെറ്റിന് കൂട്ടു നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിന് കൂട്ടു നിൽക്കില്ല. ആമേൻ. നീതി ചെയ്യുന്നവന് മാത്രമേ പിശാചിന് മുമ്പാകെ നിൽക്കാൻ പറ്റുള്ളൂ. തെറ്റ് കാണിച്ച് വെച്ച് പിശാചിനെ എതിർക്കാൻ പോവരുത്. നീതി എന്ന കവചം ധരിച്ചും പിന്നെ അയാൾ ബൂട്ട്സ് ഇട്ടുകൊണ്ടാണ് പട്ടാളക്കാരൻ പോകുന്നത്. എന്നെ പോലെ ഷൂസ് ഇട്ടുകൊണ്ട് പോവില്ല. നാട്ടിൽ ഞാൻ ഷൂസ് ഇടാറില്ല, ചെരുപ്പ് ഇടാറുള്ളൂ പൊതുവെ. അപ്പം അങ്ങനത്തെ പട്ടാളക്കാരൻ നടക്കുകയില്ല. പട്ടാളക്കാരൻ പോകണമെങ്കിൽ ബൂട്ട്സ് ഇട്ട് നല്ല പോലെ വരിഞ്ഞ് മുറുക്കിയാണ് നടക്കുന്നത്. അയക്കതങ്ങനെ ഊരേണ്ട കാര്യമില്ല. എനിക്കിത് ഇടയ്ക്കിടയ്ക്ക് ഊരണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ കെട്ടാത്ത ഷൂ കൊണ്ട് നടക്കുന്നത്. മറ്റവന് കെട്ടി മുറുക്കി കൊണ്ട് നടക്കുകയാണ്. കാരണം പട്ടാളക്കാരൻ എവിടെയും പോകണം. നല്ല നിരത്തിൽ കൂടെ പോകാൻ പറ്റുള്ളൂ എന്ന് പട്ടാളക്കാരൻ പറയാൻ പറ്റുമോ? യുദ്ധം ചിലപ്പോൾ താഴ്വരയിലായിരിക്കാം, മുള്ളിനടക്കായിരിക്കാം, അവിടെ ഇറങ്ങണം. ഏത് സ്ഥലത്തും അയക്ക് പോണം. കാലിന് കേടുവരാൻ പാടില്ല. എവിടെയും ചാടിച്ചെല്ലണം.
സ്തോത്രം. ഹല്ലേലൂയ. ദൈവ പൈതൽ എവിടെയും പോകാൻ എക്വിപ്ഡ് ആയിരിക്കണം, കേടുവരാതെ. ഏത് മനുഷ്യനെയും രക്ഷിക്കാൻ വേണ്ടി ഈവൻ പാപത്തിന്റെ കേന്ദ്രത്തിൽ ചിലപ്പോൾ പോയി ചിലതിനെ പിടിച്ചെടുത്തോണ്ട് വേണ്ടി വരും. രസം കാണാൻ വേണ്ടി പോകുന്നതല്ല, ആസ്വദിക്കാൻ പോകുന്നതല്ല. ജീസസ് ആത്മാവ് പറയാണ് ഇന്നടത്ത് പോകാൻ, ചാടിക്കറി പോകുന്നതല്ല. ആത്മാവ് ചിലപ്പോൾ പറയും ചിലടത്ത് പോകാൻ. ആ മണ്ഡലത്തിൽ ചെന്നാലും ജീവിതത്തിന് കേടുവരാൻ പാടില്ല. ആത്മമണ്ഡലത്തിൽ യാതൊരു വീഴ്ചയും വരാൻ പാടില്ല. അതിന് തക്കവണ്ണം വചനം കൊണ്ട് കെട്ടിമുറുക്കിയ കാൽ, വചനം അനുസരിക്കാനുള്ള തയ്യാറെടുപ്പ്. ആത്മാവ് എന്ത് പറഞ്ഞാലും ചെയ്യണം. ഒരു കാര്യത്തിന് എതിർക്കരുത്. ആത്മാവ് പറഞ്ഞാൽ 100 ന്യായം അങ്ങോട്ട് നിരത്തരുത്. എത്രയോ മനുഷ്യരെ ദൈവം വിളിച്ചാൽ എത്ര ന്യായം പറഞ്ഞാണ് ദൈവത്തിന് മുമ്പാകെ നിൽക്കുന്നത്. ദൈവമേ നിനക്കറിയത്തില്ലേ, എനിക്ക് ഭാര്യയുണ്ട്, പിള്ളേരുണ്ട്, ഇതൊന്നും ദൈവത്തിന് അറിയാൻ മേലാത്ത പോലെ. ചില ദൈവം അങ്ങനെ ജോലിക്കിരിക്കുമ്പോൾ സുവിശേഷ വിലക്ക് വിളിക്കും. അപ്പോഴാണ് ഇവർ 100 ന്യായം നിരത്തുന്നത്. ദൈവമേ ഇപ്പം പറയരുത്, കുറെ കാലം കഴിയട്ടെ, എല്ലാം സെറ്റിലായിട്ടാവട്ടെ എന്നൊക്കെ പറയില്ലേ. എന്താ നിങ്ങളുടെ ദൈവം വിവരക്കേട് പറഞ്ഞോ? പെട്ടെന്ന് ദൈവത്തിന് അങ്ങോട്ട് തോന്നി അങ്ങ് പറഞ്ഞു. അപ്പം നിങ്ങൾ കുറേ വിവരം അങ്ങോട്ട് പറഞ്ഞും വെച്ച് വേണം, ദൈവത്തിൻ്റെ ഇൻഫർമേഷൻ എല്ലാം കിട്ടിയും വെച്ച് ദൈവം അഭിപ്രായം ഒന്ന് തിരുത്തിയും വെച്ച് നിങ്ങളോടൊന്ന് പറയാൻ. അതിനാണ് വേറൊരു ഉപവാസ പ്രാർത്ഥനയും കൂടെ വേറെ ഒരു പ്രവാചകൻ്റെ അരികിൽ കൂടെ പോകുന്നത്. ആത്മാവ് പറഞ്ഞ അപ്പ ചെയ്തോണം. ആമേൻ. ആത്മാവിനോട് ചേർക്കരുത്. ഹല്ലേലൂയ. എന്താ ചെയ്യണമെന്ന് അവിടത്തേക്ക് അറിയാം, കൃത്യം അവിടത്തേക്ക് അറിയാം. അതാണ് എൻ്റെ വിശ്വാസം. ആത്മാവ് പറഞ്ഞ അപ്പം ചെയ്തോണം, എന്ത് പറഞ്ഞാലും ചെയ്തോണം. പോകാൻ പറഞ്ഞാൽ പോയിക്കോണം, ജോലി നിർത്താൻ പറഞ്ഞാൽ ജോലി നിർത്തിക്കോണം. നടത്താൻ ദൈവത്തിന് വഴിയുണ്ടാക്കിയും വെച്ചാണ് ദൈവം ഇതെല്ലാം ചെയ്യുന്നത്. ദൈവം ഇതൊന്നും അറിയാൻ മേലാത്തവനല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്രയൊക്കെ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. അനുഭവം പറയാനുണ്ട്, പക്ഷേ നേരമില്ലാത്തതുകൊണ്ട് അതിലേക്ക് തിരിയുന്നില്ല. നിശ്ചയമായിട്ടും അതിന് തയ്യാറായിന്നോണം. ഷൂസ്. അടുത്തത് വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പീൻ എന്ന് പറഞ്ഞാൽ, പരിച എന്ന് പറയുന്നത് ഇതൊക്കെ നെഞ്ചിനൊക്കെ തറച്ചിട്ടുണ്ടെങ്കിൽ പോലും അമ്പ് വന്നാൽ ഇവിടെ വരുവുള്ളൂ എന്ന് പറയാൻ പറ്റുകയില്ല. എങ്ങോട്ടും വരാം. എങ്ങോട്ട് വന്നാലും അങ്ങോട്ട് പിടിക്കാവുന്ന ഒരു പലക കൊണ്ടുള്ള ഒരു സാധനം വന്നാൽ തറയ്ക്കും, പക്ഷേ മേത്ത് ഇറക്കിയല്ല. അതും അന്ന് തീ അമ്പ് എന്നാ പറയുന്നത്. കീല് മുക്കി കത്തിച്ച് അമ്പയുമായിരുന്നു. അപ്പം നെഞ്ചിനകത്ത് കൊണ്ടില്ലെങ്കിലും ചാവും. കാരണം തീയും കത്തിയാ വരുന്നത്, ആളെ കത്തിച്ചു കളയും. അപ്പം അതിനെ മുഴുവൻ കെടുക്കാൻ തക്ക പരിച എടുത്തും കൊണ്ട് നിൽപ്പീൻ എന്ന് പറഞ്ഞാൽ എന്താണത്? വിശ്വാസം. എന്ത് വിശ്വാസം? ദൈവം ആരാണെന്ന് അറിഞ്ഞിട്ട് വേണം ഇതിന് പോവാൻ. നിന്റെ ദൈവം സർവശക്തനല്ലേ, പരമാധികാരിയല്ലേ, തെറ്റുപറ്റാത്തവനല്ലേ. ഞാൻ ഈ പറഞ്ഞതുപോലെ തെറ്റുപറ്റാത്തവനല്ലേ, സകലവും അറിഞ്ഞിട്ടല്ലേ സംസാരിക്കുന്നത്. അവിടത്തേക്ക് സർവശക്തിയില്ലേ. അതിൻ്റെ മധ്യത്തിൽ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ വിശ്വസിക്കണം. ഈ വചനം ആകാശം മാറിയാലും മാറില്ല, തലമുറ മാറിയാലും മാറില്ല, കാലം മാറിയാലും മാറില്ല. തറപ്പിച്ച് ഈ വചനം ഏത് കാലത്തും അതുപോലെ വിശ്വസിച്ചോണം. വചനം എന്തു പറഞ്ഞോ കണ്ണുമടച്ച് വിശ്വസിക്കാം. ആമേൻ. പിശാച് വന്നതിന് എതിരെ എന്തു പറഞ്ഞാലും വിശ്വസിക്കരുത്. അതിനാണ് അയാൾ ശ്രമിക്കുന്നത്. ഓരോരോ കാര്യം കൊണ്ടുവന്നിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അത് ചെയ്യും, ഇത് ചെയ്യും, കൊല്ലുകളെയും അങ്ങനെ ഉപദ്രവിക്കും എന്നൊക്കെ പറയുമ്പോൾ അശേഷം വിശ്വസിക്കരുത്. തിരിച്ച് വിശ്വാസത്തോടെ പ്രഖ്യാപിച്ച് പറയണം, പിശാചെ എന്നെ തൊടാൻ നിനക്ക് അധികാരം ഇല്ല. എൻ്റെ ദൈവം വലിയവൻ, എൻ്റെ കർത്താവ് നിന്നെ തോപ്പിച്ചതാണ്, വാഴ്ചകളെയും ആയുധവർഗം വെപ്പിച്ചതാണ്. നിനക്ക് എൻ്റെ മേൽ ഒരധികാരമില്ല. ഞാൻ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടതാണ്, ആത്മാവിനാൽ സൂക്ഷിക്കപ്പെടുന്നതാണ്. സ്വർഗീയ ദൂതന്മാർ എനിക്ക് കാവലുണ്ട്. നീ ഉദ്ദേശിക്കുന്ന മണ്ഡലത്തിലല്ല എൻ്റെ ജീവിതം. നീ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല, അംഗീകരിക്കില്ല. ധൈര്യത്തോടെ പ്രഖ്യാപിച്ചോണം. പേടി വരരുത്, ഒരിക്കലും പേടി വരരുത്. ചില ഭയങ്കര പേടിപ്പെടുത്തുന്ന വാക്കുകൾ വന്ന് പറഞ്ഞോളേ. അശേഷം പേടിക്കരുത്, ധൈര്യമായി നിന്ന് ചെറുത്ത് പറയണം. അടുത്ത് രക്ഷ എന്ന ശിരസ്ത്രം. തലേ തൊപ്പി വേണം. എന്താണ് തൊപ്പി? ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് ഉറപ്പ്. പിശാചേ നിന്റെ പിടിയിൽ നിന്ന് പുറത്തു വന്നാ നിന്റെ കീഴിലല്ല. നീ ഞാനുമായിട്ട് ഒരിടപാടും ഇല്ല, തീർത്തു പറയണം. ഇടയ്ക്കിടയ്ക്ക് സംശയങ്ങൾ കൊണ്ടുവരും. നീ ആ കുഴപ്പം കാണിച്ചില്ല, ഈ കുഴപ്പം കാണിച്ചില്ലേ, നിന്നെ കൊണ്ട് വല്ലതും പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് കളിപ്പിക്കാൻ വരുമ്പോൾ
വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, എൻ്റെ തെറ്റ് ദൈവം ക്ഷമിച്ചിരിക്കുന്നു. വിശ്വാസത്തോടെ രക്ഷയുടെ ഉറപ്പിൽ നിൽക്കണം. ആമേൻ. പാപം ചെയ്ത് വെച്ച് രക്ഷിക്കപ്പെട്ടിരുന്ന് പറയരുത്. പാപം ചെയ്തെങ്കിൽ അനുദപിച്ചോണം, ഏറ്റു പറഞ്ഞ് മടങ്ങി വന്നോണം. വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും വാള് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി ആക്രമിക്കണം. അതിന് വചനം വേണം. മനുഷ്യക്ക് രക്ഷിക്കപ്പെടാൻ വചനമാണ് വേണ്ടിയത്. രോഗികളെ സൗഖ്യമാക്കുവാൻ വചനമാണ് വേണ്ടിയത്. ഭൂതങ്ങളെ പുറത്താക്കാൻ വചനമാണ് വേണ്ടിയത്. സൃഷ്ടിപ്പാൻ വചനമാണ് വേണ്ടിയത്. അത്ഭുതം പ്രവർത്തിക്കാൻ വചനമാണ് വേണ്ടിയത്. സകലത്തിലും ദൈവത്തിന്റെ ഉപകരണം ദൈവത്തിന്റെ വചനമാണ്, നമ്മുടെ വചനമല്ല, ദൈവത്തിന്റെ വചനം. നിങ്ങളുടെ വാക്കിന് ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ വചനത്തിന് സകലവും സാധിക്കും. ആമേൻ. ചില സമയത്ത് ചില വാക്യം ഉദ്ധരിക്കാൻ ആത്മാവ് പറഞ്ഞാൽ വിശ്വാസത്തോട് ഉദ്ധരിച്ചു കൊള്ളണം. അതിനകത്ത് പ്രവൃത്തി നടന്നിരിക്കും, അതിനകത്ത് കോട്ടകൾ ഇടിഞ്ഞിരിക്കും. ആമേൻ. വചനമില്ലാതെ ഫിലോസഫിയും കൊണ്ട് പോകരുത്, വചനമില്ലാതെ കഥയും കൊണ്ട് പോകരുത്. കെട്ടുകഥ കൊണ്ട് പ്രയോജനമുണ്ടാവില്ല, ദുരുപദേശം കൊണ്ട് പ്രയോജനമുണ്ടാവില്ല. പിശാചിനെ അഴിക്കാൻ പറ്റില്ല, പിശാച് കൂടുതൽ പൂട്ടിടുകയുള്ളൂ. ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. അടുത്തത്, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം, അതിനായി ജാഗരിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് മുഴുവനും ജീവിതമല്ലേ പറഞ്ഞത്? അല്ലേ? പറഞ്ഞ കാര്യം മുഴുവൻ ജീവിതമല്ലേ? വചനത്തിന്റെ ഒരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം ജീവിതമല്ലേ പറഞ്ഞത്? എന്താണ് സർവൈതവർഗം എന്ന് പറഞ്ഞാൽ ജീവിതം കാക്കുന്നതാണ് സർവൈതവർഗം. അല്ലാതെ ഒരു കടയിലും വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമല്ല ഇത്. ഒരു പള്ളിയിലും പോയി വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതല്ല ഇത്. ഒരു പ്രസംഗം എഴുതിക്കപ്പോൾ ഇങ്ങോട്ട് താ, ഞാൻ കൊണ്ടു നടക്കട്ടെ എന്നും പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റുന്ന സാധനമല്ല ഇത്. ഇത് ജീവിതത്തെ ദൈവത്തിൻ്റെ വചനപ്രകാരം മൊത്തം ക്രമീകരിച്ച് ജീവിക്കുന്ന മണ്ഡലമാണ് സർവായുധവർഗം. സർവായുധവർഗം. അതിൻ്റെ പുറത്താണ് അമിതബലം. അതിൻ്റെ പുറത്താണ് അമിതബലം. വിശുദ്ധന്റെ മേലാണ് അമിതബലം ഇറങ്ങി വരുന്നത്. താന്തോന്നിയായി ജീവിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരില്ല, അവന്റെ മേൽ ഭൂതശക്തിയെ വരുള്ളൂ. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണമോ, ജീവിതം വിശുദ്ധമായിരിക്കണം. മണ്ഡലത്തിൽ ശക്തി തങ്ങണമോ, വിശുദ്ധനായിരിക്കണം. ജീസസ്. ജീവിതം പാലിക്കണം, ജീവിതം പാലിക്കണം. ഞാനിന്ന് രാത്രി വചനം നീട്ടുന്നില്ല, ഞാൻ വേഗം നിർത്താൻ പോകുന്നു. വിജയം യേശു നിമിത്തമാണെന്നറിയണം. യേശു പറഞ്ഞ എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. നിങ്ങളുടെ മിടുക്കൊണ്ടല്ല, നിങ്ങൾ പഠിച്ച പാഠം കൊണ്ടല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസം നോക്കിയല്ല, നിങ്ങൾ ഏത് ചർച്ചിലെ പാസ്റ്ററാണെന്ന് പറഞ്ഞിട്ടല്ല, നിങ്ങൾ ഏത് പ്രവാചകൻ എന്ന പേരിലല്ല, യേശു ക്രിസ്തുവിൻ നാമത്തിൽ. വേറെ ഒരു നാമം ഉപയോഗിക്കാൻ തയ്യാറാകരുത്. നിങ്ങളാരാണെന്ന് പറയാൻ തയ്യാറാകരുത്. നിങ്ങളുടെ വലിപ്പം പറയാൻ തയ്യാറാകരുത്. അതൊന്നും പിശാചിന് പേടിയില്ല. നിങ്ങളെപ്പോലെ എത്രയോ എത്രയോ ആളുകളെ, നിങ്ങളെക്കാൾ കൂടിയ ഉള്ളവരെ ഭൂമിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ കണ്ടുവന്ന പുള്ളി നിങ്ങളുടെ പേര് കേട്ടാൽ പേടിക്കോ? നിങ്ങളുടെ വലിപ്പം കേട്ടാൽ പേടിക്കോ? നിങ്ങൾ എന്നെ സ്ഥാനം പറഞ്ഞാൽ പേടിക്കോ? ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയുന്നു, യേശുവിന്റെ നാമം പറഞ്ഞാൽ ആ നാമം പോലെ വേറൊരു നാമമില്ല, അതിന്റെ അധികാരം പോലെ വേറൊരു നാമമില്ല. അത്രയ്ക്ക് ശക്തിയുള്ള, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള നിയമം, എല്ലാ നാമത്തിനും മേലായ നാമം. ജീസസ്. ജീസസ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം, അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യ വചനം ഹേതുവായും അവരെ ജയിച്ചു. കുഞ്ഞാടിന്റെ രക്തം. ആമേൻ. മറഞ്ഞിരിക്കുന്ന സ്ഥാനം അതാണ്. എൻ്റെ പാപം പോക്കി എന്നെ ശുദ്ധീകരിച്ച രക്തം, എൻ്റെ തെറ്റുകൾ മുഴുവൻ പരിഹരിച്ച രക്തം, എന്നെ ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന രക്തം. എനിക്ക് സ്വന്തമായി ഒരു നിലനിൽപ്പില്ല, എനിക്ക് നിലനിൽപ്പ് തന്നത് എന്നെ രക്ഷിച്ച യേശുവിൻ്റെ രക്തമാണ്, എന്നെ ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ രക്തമാണ്. ആ രക്തത്തിൽ ആശ്രയിച്ചോണം. ഹല്ലേലൂയ. മിടുക്കും പറഞ്ഞ് ആരും കയറി ചെല്ലല്ലേ. എബ്രായ ലേഖനം അങ്ങനെയാ പറയുന്നത്. മഹാപുരോഹിതൻ അവിടെ ഉണ്ട്, കാര്യമൊക്കെ ശരിയാണ്, ചീന്തിയ തിരശീല അവിടെ ഉണ്ട്. എന്നാൽ അവൻ ഉള്ളതുകൊണ്ട് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി. ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ അകം ശുദ്ധമായിരിക്കണം. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവർ അകവും ശുദ്ധമായിരിക്കണം, പുറവും ശുദ്ധമായിരിക്കണം. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് വരിക.
ആമേൻ. പിശാച് പേടിപ്പിക്കാൻ വന്നാൽ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കും, യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിക്കും. ഇത് കാണുമ്പോൾ അയാൾ ഓടും. അതിൽ തളിക്കപ്പെട്ടവനാണോ പിശാച് നിൽക്കാൻ പറ്റില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അവൻ ഓടും. അതുകൊണ്ട് ആത്മമണ്ഡലത്തിൽ തയ്യാറായിക്കണം. അടുത്ത സാക്ഷ്യ വചനം ഹേതുവായി അത് വിശ്വസിക്കുന്ന വിളിച്ചു പറയണം. വിശ്വസിച്ചാൽ വായി ഇരുന്നാൽ മാത്രം പോരാ, അകത്തിരുന്നാൽ മാത്രം പോരാ. ജയമുള്ളത് വിളിച്ചു പറയണം, വിശ്വസിക്കുന്ന വിളിച്ചു പറയണം. ഒത്തിരി പേർക്കും ജയം വിളിച്ചു പറയാൻ മനസ്സില്ല. ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ട് അത്ഭുത സൗഖ്യം കൊടുത്തിട്ട് അതൊരു വാക്കുകൊണ്ട് പറയാൻ തയ്യാറില്ലാത്തവരാണ് ഒത്തിരി വിശ്വാസികൾ. ആമേൻ. സൗഖ്യമാക്കിയാൽ ഉച്ചത്തിൽ വിളിച്ചു പറയണ്ടേ? മനുഷ്യർക്ക് പ്രശംസ വരാൻ വേണ്ട, പക്ഷെ ദൈവം എന്നെ വിടുവിച്ചു എന്ന് പറയണ്ടേ? അത്ഭുത സൗഖ്യം കിട്ടി എത്ര മനുഷ്യർ ഇന്നും ഒളിച്ചു വെച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം കൊടുത്തോ? ഹല്ലേലൂയ. അകത്തെ കേട് ദൈവം മാറ്റിയില്ലേ. അതെന്താ പറയാഞ്ഞേ? അതെന്താ ദൈവത്തിന് മഹത്വം കൊടുക്കാഞ്ഞത്? നിങ്ങൾ മാത്രം ഒരു സ്തോത്രം പറഞ്ഞാൽ മതിയോ? ദൈവത്തിന്റെ സഭയിൽ പോയി ദൈവം എന്നെ വിടുവിച്ചു എന്നൊന്ന് പറയണ്ടായിരുന്നുവോ? ആ ജനം കൂടെ അത് കേട്ട് ദൈവത്തിന്റെ വിശ്വാസം ജനത്തിൽ നിന്ന് വർദ്ധിപ്പിക്കുവാൻ അത് മുഖാന്തരമാകണ്ടായിരുന്നുവോ? ഒളിച്ചു പാർക്കുന്ന വിശ്വാസിയേ, come out. സാക്ഷ്യം പറയാൻ തയ്യാറാകൂ. ദൈവം ചെയ്ത പ്രവർത്തികളെ അറിയിക്കാൻ തയ്യാറാകൂ. വിശ്വസിക്കുന്ന കാര്യം പ്രഖ്യാപിക്കാൻ തയ്യാറാവൂ. പിശാചിനെ ജയിക്കണോ? കൂടെ പ്രഖ്യാപനം നടത്തണം, വിശ്വാസം പ്രഖ്യാപിക്കണം. നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കണം. നീ എന്നെ ജയിക്കില്ല എന്നോട് വിളിച്ചു പറയണം, കൂടെ വിളിച്ചു പറയണം. ഏത് സാഹചര്യത്തിൽ ഓരോ പ്രാവശ്യവും വിളിച്ചു പറയണം. അല്ലാതെ അകത്തുകൊണ്ട് നടക്കാൻ പോരാ. വിശ്വാസം വാ തുറന്ന് വിളിച്ചു പറ, നിങ്ങൾക്ക് ജയമുണ്ടാവും. അയക്ക് കേട്ടിട്ട് നാണം തോന്നട്ടെ, അയക്ക് തോന്നിട്ട് പേടി തോന്നട്ടെ. നിങ്ങൾ അകത്തൊതുക്കി നടന്നാൽ അയക്ക് പേടി വരില്ല. നിങ്ങൾ കൂടെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ മക്കളും കേൾക്കും, നിങ്ങളുടെ മക്കൾക്കും വിശ്വാസം വരും. നിങ്ങളുടെ ഭർത്താവിന് അത്രയും വിശ്വാസം ഇല്ലെങ്കിൽ ഭർത്താവിന് വിശ്വാസം ഉണ്ടാകും. ഭാര്യയ്ക്ക് അത്രയും വിശ്വാസം ഇല്ലെങ്കിൽ ഭാര്യയ്ക്കും വിശ്വാസം ഉണ്ടാകും. വീട്ടിൽ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ ആവർത്തിച്ച് വരട്ടെ. രാത്രി വിളിച്ചു ചോദിക്കാൻ ആത്മാവിനോട് പറഞ്ഞ അവസാനത്തെ വാക്ക് വിളിച്ചു പറഞ്ഞ് ഞാൻ പ്രസംഗം നിർത്തി പ്രാർത്ഥിക്കാൻ പോവാണ്. ആത്മാവിനോട് പറഞ്ഞത്, നിങ്ങൾ ആരുടെ കൂട്ടത്തിൽ? ശൗലിന്റെ കൂടെ നിൽക്കുമോ? ശത്രുവിനെ കണ്ടിട്ട് തന്നെ നോക്കി പേടിച്ച്. നായകനായിരുന്നു അയാള്, യുദ്ധം നയിക്കേണ്ടവനായിരുന്നു അയാൾ രാജാവായിരുന്നു. അപ്പുറത്ത് ഒരുത്തൻ വന്ന് വിരട്ടിയപ്പം അവന്റെ വലിപ്പം കണ്ടിട്ട് ഗോലിയത്ത് അപ്പുറത്ത് വരും, ഇയാൾ ഒരു ഓട്ടം ഓടും. യുദ്ധത്തിന് വന്ന് രംഗത്ത് നിന്നും വെച്ച് ഒരു ഓട്ടം ഓടും. എല്ലാ ദിവസവും 40 ദിവസം ജനതരഹസ്തരിയ ഇസ്രയേൽ ജനം വലഞ്ഞു. വലിയ പ്രതീക്ഷയോടെ ഒരുത്തനെ രാജാവാക്കിയതാണ്. വലഞ്ഞു. അപ്പോഴാണ് രാജാവല്ലാത്ത ഒരുത്തൻ ബാലൻ രംഗത്ത് വന്നിട്ട് പറയുകയാണ്, ഇസ്രയേലിന്റെ ദൈവത്തിന്റെ ഈ നിരയുടെ ദൈവത്തെ നിഷേധിക്കാൻ, പുച്ഛിക്കാൻ ഇനി അവനെ ഞാൻ സമ്മതിക്കില്ല. നീ വാളും കുന്തവും കൊണ്ട് എന്റെ നേരെ കയറി വരുന്നു. എൻ്റെ വാളിൽ എൻ്റെ കുന്തമില്ല. നീ നിന്ദിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ കയറി വരുന്നു. നിന്നെ ഇന്ന് ഞാൻ നശിപ്പിക്കും. നിന്റെ പ്രവൃത്തിയെ ഇന്ന് ഞാൻ അഴിക്കും. നിന്റെ കയ്യിൽ നിന്ന് ഈ ജനത്തെ ഞാൻ വിടുവിക്കും. ഞാൻ ഇന്ന് ഈ ജനത്തെ പിടിച്ചെടുക്കും. നിന്റെ പ്രവൃത്തി ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. അതിന് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഞാൻ നിമിത്തമല്ല, ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എൻ്റെ മേൽ പകർന്ന ആത്മാവ് എൻ്റെ മേലുണ്ട്. യുദ്ധം നിന്റേതല്ല, യുദ്ധം ഞങ്ങളുടേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാണ്. പറയൂ. പിശാചിന്റെ പ്രവൃത്തിയെ കണ്ടിട്ട് അവനെ കുറിച്ച് കേട്ടിട്ട് ഒതുങ്ങി ഒരു മൂലക്കിരിക്കുവോ? പോണ്ട, നമുക്ക് അങ്ങോട്ട് അതിന്റെ പ്രവൃത്തി ആയിരിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കുമോ? അതോ അതിന്റെ പ്രവൃത്തി കാണുമ്പോൾ നിന്റെ അകത്തൊരു കുതിപ്പ്? പിശാചിന്റെ വീട്ടിൽ കയറുന്ന കേട്ടിയാൽ നിനക്കൊരു കുതിപ്പ്. എന്തിന്? ഒറ്റ ചാട്ടത്തിന് അവിടെ ചെന്നിട്ട്, എൻ്റെ വിശ്വാസിയുടെ വീട്ടിൽ കയറിയ പിശാചെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല.
നിന്റെ പ്രവൃത്തിയെ ഞാൻ അഴിച്ചിരിക്കും. എൻ്റെ ജനത്തെ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. നിന്റെ ചരക്ക് വിറ്റഴിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. നീ ദുരുപദേശം കൊണ്ടുവന്നോ, നിന്റെ പ്രവൃത്തിയെ ഞാൻ അഴിക്കും. നീ പാപം കൊണ്ടുവന്നോ, നിന്റെ പ്രവൃത്തിയെ ഞാൻ അഴിക്കും. നിന്റെ ബാധയും കൊണ്ട് നീ എൻ്റെ വിശ്വാസത്തെ വീട്ടിൽ കയറിയോ, നിന്നെ ഞാൻ വിടില്ല. രാത്രി നേതാക്കന്മാരോട് ദൈവം ചോദിക്കുന്നു. ഇന്ന് രാത്രി ശുശ്രൂഷകന്മാരോട് ദൈവം ചോദിക്കുന്നു. ഇന്ന് രാത്രി ആത്മകൃപ ഏൽപ്പിച്ചവരോട് ദൈവം ചോദിക്കുന്നു, നീ ഏത് കൂട്ടത്തിൽ നിൽക്കും? ഏത് കൂട്ടത്തിൽ നിൽക്കും? നിനക്ക് ശൗലിനെ പോലെ ഒളിക്കണോ? ഒളിക്കണോ? മരതികജാര സംതുര്യ. അഭിഷേകം കുറഞ്ഞു പോയോ? പോകൂ അഭിഷേകത്തിന്. അഭിഷേകം ഉണ്ട്, ഇന്നും അഭിഷേകമുണ്ട്. ബലം കുറഞ്ഞു പോയോ? വിശ്വസിച്ച് ചെല്ലു. ഇന്നും അഭിഷേകമുണ്ട്, ഇന്ന് ശക്തിയുണ്ട്, അതിന്റെ വ്യാപാരം ലഭ്യമാണ്. നിനക്ക് കീഴടക്കാൻ ദേശമുണ്ട്, കീഴടക്കാൻ കോട്ടകളുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്ത് ആരുടെ മേൽ ദാവീദിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു? അതേനേ, ഈ യുദ്ധം നയിക്കേണ്ടവരാണ് ഇതിൽ ചിലർ. ആമേൻ. പലരെ യുദ്ധത്തിന് പുറപ്പെടുവിക്കേണ്ടവരാണ് നിങ്ങൾ. ആളുകളെ ഒതുക്കേണ്ടവരല്ല, ആളുകളെ പിരിച്ചു നിർത്തേണ്ടവരല്ല. യുദ്ധത്തിന് മുന്നണിയിൽ നിന്ന് നീ അതിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ്. ആ ദാവീദേ, നീ പുറത്തു വരൂ, നീ പുറത്തു വരൂ. ശൗലേ, നീ ജീവിതത്തിൽ ക്രമീകരിച്ചില്ലെങ്കിൽ ദാവീദിനെ കൊണ്ട് നിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നിനക്ക് ഇഷ്ടപ്പെടില്ല, നിനക്ക് ഇഷ്ടപ്പെടില്ല, നിനക്ക് ദേഷ്യം വരും. ദൈവത്തിന് തന്റെ പ്രവൃത്തി നടത്തിയേ പറ്റൂ. ദൈവത്തിന് തന്റെ പ്രവൃത്തി നടത്തിയേ പറ്റൂ. ഇതിന് മുടക്കുന്ന ചിലരെ കൊണ്ട് ദൈവസഭയെ മൂടി വെച്ചേക്കാൻ ദൈവം സമ്മതിക്കില്ല. ദൈവസഭ ഒതുങ്ങിയിരിക്കേണ്ടതല്ല. ദൈവസഭ ദൈവത്തിന്റെ സേനയാണ്. ആത്മശക്തിയോടുകൂടെ പുറത്തു വരേണ്ടവരാണ്. കമൻ, അല്പസമയം ദൈവം മുമ്പാകെ എഴുന്നേറ്റിരിക്കുമോ? അല്പസമയം ദൈവം മുമ്പാകെ എഴുന്നേറ്റിരിക്കുമോ? കമാൻ, ഹൃദയങ്ങളെ ഒരുക്കോ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഒരുങ്ങോ. ഞാൻ ഈ പറഞ്ഞ വചനങ്ങൾ സത്യമാണ്. വചനത്തിൽ മാത്രമാണ് നിങ്ങളോട് പറഞ്ഞത്. അതിന് ചില അനുഭവങ്ങളിലൂടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ജീസസ് തോപ്പിക്കാൻ പിശാച് എന്ന് പറഞ്ഞ ഒരുത്തൻ അവിടെ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ ദിവസവും കൂടെ വരും. പക്ഷെ ഇതിനെ തോപ്പിച്ച് നിർവീര്യമാക്കി ഇതിന് ആയുധവർഗം വെപ്പിച്ച് ജയ ഉത്സവം കൊണ്ടാടിയവൻ നിന്റെ കർത്താവാണ്, നിന്റെ കർത്താവാണ്, നിന്റെ സ്വന്തമാണ്. ഹല്ലേലൂയ. നീ അവൻ്റെ ശരീരമാണ്, അവൻ നിന്റെ തലയാണ്. അതിൻ്റെ ബലത്തിൻ്റെ വ്യാപാരം തരാൻ തയ്യാറാണ്. അവിടുത്തെ ദൂതന്മാരെ കൽപ്പിച്ചാക്കാൻ തയ്യാറാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഇഷ്ടം പോലെ തരാൻ, സമൃദ്ധിയായിട്ട് തരാൻ ആത്മാ ഒരുങ്ങി നിൽക്കുന്നു. ദൈവം ഒരുങ്ങി നിൽക്കുന്നു. യുദ്ധം പേടിച്ച് മാറി നിൽക്കണോ അതോ യുദ്ധം പ്രഖ്യാപിക്കണോ? നിങ്ങൾ എന്ത് ചെയ്താലും അയാൾ നിങ്ങൾക്കെതിരാ. അയാൾ നിങ്ങൾക്ക് യുദ്ധം ചെയ്ത്, നിങ്ങൾ യുദ്ധം ചെയ്തില്ലെങ്കിൽ അയാൾ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യും. ജയം വേണോ? തിരിച്ചടിച്ചോളുക, തിരിച്ചടിച്ചോളുക, ഒന്നും പേടിക്കണ്ട, തിരിച്ചടിച്ചോളൂ. ലമരഹത്തിരികടകശ്യ. ആമേൻ, 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 ആമേൻ. ഞാൻ ഇന്ന് രാത്രി ആവർത്തിച്ച് പറഞ്ഞ് ഞങ്ങൾ മേജർ യുദ്ധമണ്ഡലത്തിലാണ്. ഭയങ്കര അടിയിലാണ് ഞങ്ങൾ. ഭയങ്കര ദേഷ്യമാണ് പിശാചിന് ഞങ്ങളോട്. ഞങ്ങൾക്കും പിശാചിനോട് ദേഷ്യമാണ്. ഹോ ഖരദികാനാസിയ. അതിൻ്റെ ഏത് ചരക്കും കൊണ്ട് വന്നാലും നമ്മുടെ ചില ദിവസങ്ങളിൽ കഠിന യുദ്ധം ഉണ്ടാവും. പക്ഷെ ജയം നമുക്കാണ്, നമുക്കാണ്, നമുക്കാണ്. ആമേൻ. ഒതുങ്ങി ജീവിക്കണോ ജയിക്കണോ ഇന്ന് രാത്രി നിങ്ങൾ തീരുമാനിച്ചോളൂ. നിങ്ങൾ തീരുമാനിച്ചോളൂ. ശബ്ദപ്രഭവസിയ. ഇല്ല, ഞാൻ കീഴടങ്ങില്ല, ഞാൻ ജയമെടുക്കും, ജയമെടുക്കും.
രാത്രി നിങ്ങൾക്ക് എത്ര പേർക്ക് അധികാരത്തോടെ വിശ്വാസം? ചുമ്മാ അല്ല, അധികാരത്തോടെ വിശ്വാസത്തോടെ. പിശാചേ, നിനക്ക് കീഴടങ്ങില്ല, നിന്റെ ഒറ്റ ചെറുക്കം വാങ്ങില്ല, നിന്റെ മേൽ ഞാൻ ജയമെടുക്കും എന്ന് പ്രഖ്യാപിക്കാൻ, അധികാരത്തോടെ പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് തയ്യാറുണ്ട്? അങ്ങനെ പ്രഖ്യാപിക്കുന്നതോ നല്ല പോലെ കരമുയർത്താമോ? നല്ല പോലെ കരമുയർത്തു. ആമേൻ. ആ കരങ്ങളെ താഴ്ത്തിയിടും. പടയാളികളായി പിശാചിന്റെ കോട്ട ഇടിക്കാനാണ് നമ്മളെല്ലാം വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും പടയാളിയാവാം, അങ്ങോട്ട് കയറി ആക്രമിക്കാം, ആർക്കും ആക്രമിക്കാം എന്ന് ഞാൻ പറഞ്ഞാൽ സുവിശേഷം പറയാം, ഭൂതത്തെ പുറത്താക്കാം, രോഗിയെ സൗഖ്യമാക്കാം, ജീസസ് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് പിശാചിന്റെ പ്രവൃത്തി അഴിച്ചു കളയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിൽ കയറി ചെന്നൊരു വീടിനെ സ്വതന്ത്രമാക്കാം. നിങ്ങൾക്ക് ആർക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. അങ്ങനൊരു പടയാളിയായി തീർന്നിട്ട് പിശാചിന്റെ പ്രവൃത്തിയെ ഞാൻ അഴിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിലെ പിശാചിന്റെ പ്രവൃത്തിയെ ഞാൻ അഴിക്കും എന്ന് പറഞ്ഞൊരു യുദ്ധത്തിന് പോകാൻ. അതാണ് യുദ്ധം. അത് ഒഫൻസീവ് വാർ, മറ്റൊരു ഡിഫെൻസീവ്. ഒഫൻസീവ് വാർ ചെയ്യാൻ എന്നെ അതിന് ആത്മാവ് ശക്തീകരിക്കും. ഞാൻ പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കും. എന്നിന്ന് രാത്രി ആത്മാവിൽ ബോധമുള്ള, അത് പ്രഖ്യാപിക്കാൻ അധികാരം തോന്നുന്ന നിങ്ങൾ എത്ര പേരുണ്ട്? ഇത് പ്രഖ്യാപിക്കാൻ അധികാരം തോന്നുന്നു. ആക്രമണത്തിന് ഞാൻ പോവും. കമാൻ, ആ കരങ്ങൾ ഉയർത്തി തന്നെ പിടിക്കും. രമാന കന്തരെ, കമാൻ. അല്പസമയം ദൈവത്തെ സ്തുതിക്കാൻ പോവാൻ, ആരാധിക്കാൻ പോവാൻ. ജമനഹത്തിരിയ, വിശ്വാസത്തോടെ പറഞ്ഞോളൂ, ഞാൻ യുദ്ധത്തിന് പോവാൻ. വിശ്വാസത്തോടെ പറഞ്ഞോളൂ, ഞാൻ യുദ്ധത്തിന് പോവാൻ. പിശാചേ, നിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ ഞാൻ യുദ്ധത്തിന് വരികയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനത് ചെയ്യും. യേശുക്രിസ്തുവിന്റെ ജയം നിമിത്തം ഞാനത് ചെയ്യും. യേശുക്രിസ്തുവിന്റെ രക്തം നിമിത്തം ഞാനത് ചെയ്യും. എനിക്ക് കേടുവരുത്താൻ നിനക്ക് അധികാരമില്ല. എനിക്ക് ഒരു നാശവും ചെയ്യാൻ നിനക്ക് അധികാരമില്ല. എന്റെ കുടുംബത്തെ തൊടാൻ നിനക്ക് അധികാരമില്ല. എന്റെ മക്കളെ തൊടാൻ നിനക്ക് അധികാരമില്ല. എന്റെ വസ്തുവകളെ തൊടാൻ നിനക്ക് അധികാരമില്ല. ഞാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ സുരക്ഷിതൻ, സുരക്ഷിത. ഹല്ലേലൂയ. Amen. Thank you, Lord. ശക്തിയുടെ ഒരു പ്രത്യേക അഭിഷേകത്തിന് വേണ്ടി ഇന്ന് രാത്രി ആത്മാവിന്റെ പ്രത്യേക നിയോഗം തോന്നുന്ന എത്ര പേരുണ്ട്? ഒരു പ്രത്യേക അഭിഷേകം ഇതിനു വേണ്ടി എൻ്റെ മേൽ വരും. അതിന് ഞാൻ റെഡി. ശാന്തഭാസ്തിയ, ജീസസ്, ജീസസ്. പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, രാത്രി ആരാണ് ഇതിനകത്തുള്ളത്? സ്തോത്രം. വിശ്വാസത്താൽ പ്രാർത്ഥിച്ചോളൂ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് മനസ്സാണെങ്കിലും നിങ്ങൾക്ക് അത്ര നേരം നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല. ശബാദിയ, നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവശക്തി അടുക്കിലേക്ക് പോവും. നമ്മൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. പരിശുദ്ധാത്മാവ് വരും. അതിന് ഞാൻ നിങ്ങളെ തൊടണമെന്നില്ല. ദൈവത്തിന് തൻ്റെ ആത്മാവിനെ പകരാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഈ യോഗം കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും അങ്ങനെ ഒരു ശക്തമായ അഭിഷേകത്തിന് വേണ്ടി ഒന്ന് കൈവപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നിന്നാൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ബാക്കി നിങ്ങളെല്ലാവരെയും അതിനുവേണ്ടി ഇവിടെ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
ഇന്ന് രാത്രി ഇവിടെ ജയം ഉണ്ടായേ പറ്റൂ. ഇവിടെ ജയം ഉണ്ടാവും, ഉണ്ടാവും. പിശാച് ഭയങ്കരമായി വെല്ലുവിളിച്ച യോഗമാണിത്, ഭയങ്കരമായി വെല്ലുവിളിച്ച യോഗമാണിത്, ഭയങ്കരമായി എന്നെ വെല്ലുവിളിച്ച യോഗമാണിത്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിന്റെ മേൽ ഒരു അഭിഷേകം ഇന്ന് രാത്രി ഇറങ്ങണമേ. മഹിമയുടെ ഒരു അഭിഷേകം ഇറങ്ങണമേ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി ഒരു ജീവ വ്യാപാരം അയക്കണമേ. ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുവാൻ, പ്രവചിക്കുവാൻ പ്രവചന ദൂത് ഇതിനകത്ത് ജനത്തിന്റെ മേൽ ഏൽപ്പിക്കാൻ പോയാൽ സ്തോത്രം, 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 സ്തോത്രം. ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ ദേശത്ത് വ്യക്തികൾ ജീവിച്ചു വരുവാൻ, അങ്ങനെ അരുളപ്പാട് വിളിച്ചു പറയുവാൻ ഇതിനകത്ത് ചിലരെ നിയമിക്കുന്നത് കൊണ്ട് സ്തോത്രം. കാറ്റിനോട് പ്രവചിക്കാൻ ആത്മാവേ അവിടുത്തെ വചനം വരുന്നത് കൊണ്ട് ഞങ്ങൾ രാത്രി കാറ്റിനോട് പറയുന്നു, കാറ്റേ, 4 കോണിൽ നിന്നും ഇവിടെ കൂതേളമേ. ഈ ജനം ജീവിക്കേണ്ടതിന്, ഈ ജനം വിശേഷ അഭിഷേകം കൈക്കൊള്ളേണ്ടതിന്, ഈ ജനം സേനയായി എഴുന്നേൽക്കേണ്ടതിന്, ദുഷ്ട പിശാച് ഭയപ്പെടുന്ന അഭിഷേകത്തോടെ നിൽക്കേണ്ടതിന് ഒരു വിശേഷ പകർച്ച ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ വരുമാറാകട്ടെ. അങ്ങ് നിയമിക്കുന്ന വ്യക്തികളുടെ മേൽ വരുമാറാകട്ടെ, പുരുഷന്മാരുടെ മേൽ വരുമാറാകട്ടെ, സ്ത്രീകളുടെ മേൽ വരുമാറാകട്ടെ, യൗവനക്കാരുടെ മേൽ വരുമാറാകട്ടെ. നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി, അതിന്റെ ക്രിയക്ക് വേണ്ടി ഇന്ന് രാത്രി നീ ഒരുങ്ങിക്കൊള്ളൂ, ഒരുങ്ങിക്കൊള്ളൂ. നീ ഒതുങ്ങി 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 കഴിയാ. നീ ഒരുങ്ങിക്കൊള്ളു. ഞാനല്ല, പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു. ആ പിശാചിന്റെ പ്രവൃത്തി അഴിക്കാൻ ഒരുങ്ങിക്കൊള്ളു. പാസ്റ്ററാകാൻ വേണ്ടിയല്ല, ആ പിശാചിന്റെ പ്രവൃത്തി അഴിക്കാൻ, ആ മല്ലന്റെ പ്രവൃത്തിയെ തകർക്കാൻ. ഇതിന് ആത്മാവ് അങ്ങനെ കണ്ടിരിക്കുന്ന ആരോ ചിലരുണ്ട്. തെളിവായി ആത്മാവ് എന്നോട് പറഞ്ഞതാണ്, രാത്രി നിന്റെ മേൽ പ്രത്യേക നിയോഗം വരുന്നു, നിന്റെ മേൽ പ്രത്യേക അഭിഷേകം വരുന്നു. ജീസസ്, come on. ജയത്തിന്റെ ആഘോഷത്തോടെ ഇവിടുന്ന് പോകാവൂ, അതിന്റെ ആരവത്തോടെ ഇവിടുന്ന് ഇറങ്ങി പോകാവൂ. ബഹറിന്റെ മണ്ഡലത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഒരു വ്യാപാരം അയച്ച് ബഹറിന്റെ ആത്മമണ്ഡലത്തെ സ്വതന്ത്രമാക്കുന്നുവെന്ന് വിശ്വസിക്കാൻ ഇന്ന് രാത്രി ഇതിനകത്ത് ജനം ഒരുങ്ങട്ടെ. വിശ്വസിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്തുകൊള്ളൂ. ഈ ബഹറിന്റെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ക്രിയ ഇന്ന് രാത്രി ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. പാതാളത്തോട് ചോദിക്കൂ, നിന്റെ ജയം എവിടെ? മുടിക്കാൻ നിന്ന പിശാചിനോട് ചോദിക്കൂ, ഹേയ് മരണമേ, നിന്റെ ജയം എവിടെ? എവിടെ നിന്റെ ജയം? എവിടെ നിന്റെ ജയം? ജയം യേശുവിന്റെ ക്രൂശിൽ, യേശുവിന്റെ നാമത്തിൽ. പിശാചേ, നിനക്കിന് ജയമില്ല, ഇല്ല ഇല്ല. എന്നെ തോപ്പിക്കുമെന്ന് പറഞ്ഞ് നിനക്കിന് ജയമില്ല, എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് നിനക്ക് ജയമില്ല, എന്നിൽ രോഗം വരുത്തി, എനിക്ക് കേടുവരുത്തി, അംശമംശമായി എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ നിനക്ക് എന്റെ മേൽ ജയം ഇല്ല, ഇല്ല, ഇല്ല.
ദൈവത്തിനോട് ചോദിക്കും. ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനാൻ സേനയിൽ വീരനാൻ അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനാൻ സേനയിൽ വീരനാൻ അഭയം താൻ അവർക്കെന്നുമേ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനാൻ സേനയിൽ വീരനാൻ അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനാൻ സേനയിൽ വീരനാൻ അഭയം താൻ അവർക്കെന്നുമേ. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ. സംഹാരകൻ കടന്നുപോ. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ. സംഹാരകൻ കടന്നുപോ. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ. ഭക്തർക്ക് സംഹാരകൻ കടന്നുപോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനാൻ സേനയിൽ വീരനാൻ അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനാൻ സേനയിൽ വീരനാൻ അഭയം താൻ അവർക്കെന്നുമേ. അഗ്നിയിലെ ദേഹത്തിലെല്ലാം അതിന്റെ കറിയുമില്ല. അഗ്നിയാതെ അടിമേ നടകൊണ്ടില്ല. അഗ്നിയിലെ ദേഹത്തില്ല അതിന്റെ കറിയുമില്ല. അഗ്നിയാതെ ആരാമന്താ അടിമേ നടകൊണ്ടുക. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനാൻ സേനയിൽ വീരനാൻ അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനാൻ സേനയിൽ വീരനാൻ അഭയം താൻ അവർക്കെന്നുമേ. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ. സംഹാരകൻ കടന്നുപോ. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ. ഭക്തര് സംഹാരകൻ കടന്നുപോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനാൻ സേനയിൽ വീരനാൻ അഭയം
Raja Hotel, Navalaga Raja Hotel, Navana Raja Shantaval, Alkavara Utavaramel, Alkavara Utavaramel, Alkavara Raja Hotel, Alkavara Hotel, Navalaga Raja Hotel, Alkavara Malavanchaval, Alkavara Hotel, Navalaga Raja Hotel, Alkaraja Hotel, Alkavara Malavanchaval, Navana Raja Hotel, Alkaraja Hotel, Navala Raja Hotel, Diva Raja Hotel, Navalaga Raja Shantaval, ബഹറിന്റെ ആത്മമണ്ഡലം സ്വതന്ത്രമാക്കുവാൻ സമ്മതിക്കാതെ സഭകളിൽ ആത്മശക്തിയുടെ പകർച്ചയെ തടഞ്ഞ് ചെറുത്ത് നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ ഇന്ന് രാത്രി യേശുക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങളോട് കൽപ്പിക്കുന്നു, വഴിമാറിപ്പോകൂ. അവിശ്വാസം കൊണ്ടുവന്ന് ഇതിനെ ഉടയ്ക്കുന്ന ശക്തികൾ ഇന്ന് രാത്രി നിർവീര്യമായി പോകട്ടെ. ലോകമയത്വം കൊണ്ടുവന്ന് ഇതിനെ മൂടിക്കളഞ്ഞിരിക്കുന്ന ശക്തികൾ ഇന്ന് രാത്രി നിർവീര്യമായി തീരട്ടെ. ആത്മശക്തിയുടെ കുതിപ്പിനാൽ ഇതിനകത്ത് ജീവിക്കുന്ന ചില പ്രാണികൾ എഴുന്നേറ്റ് വന്ന് ആത്മപകർച്ച വ്യാപകമാക്കേണ്ടതിന് ഈ മണ്ഡലത്തിന്റെ ശുദ്ധീകരണത്തിനായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. ബഹറിന്റെ ആത്മമണ്ഡലം സ്വതന്ത്രമായി തീരട്ടെ. അതിനെ മണ്ഡലം സൂക്ഷിക്കാൻ നിയമിക്കപ്പെട്ട വ്യക്തികൾ ഇന്ന് രാത്രി തയ്യാറായി അതിനുള്ള വസ്ത്രം ധരിച്ചുകൊള്ളണം. അതിനുള്ള ആയുധവർഗം ഇന്ന് രാത്രി ദൈവം ഏൽപ്പിക്കുന്നു, അത് ഏറ്റെടുത്തുകൊള്ളണം. ധനധികര സംതുരിയ, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്യും. അരുളപ്പാട് കേട്ട് അഭിഷേകത്തോടെ ദൈവ അഗ്നിയുടെ വ്യാപാരത്തോടെ പുറപ്പെടുവാൻ ഒരുങ്ങി നിന്നുകൊള്ളണം. ശൗലിനെ പോലെ ജഡത്തിൽ നോക്കരുത്. ആത്മാവിന്റെ അധികാരത്തിന്റെയും ശക്തിയുടെയും വ്യാപാരം ഉള്ള വ്യക്തിയായി മഹത്വം ദൈവത്തിന് കൊടുത്ത് നിന്റെ പ്രവൃത്തിക്ക് ഇന്ന് രാത്രി ഒരുങ്ങിക്കൊള്ളൂ.